ഓക്കെ, നമ്മൾ ഇന്നലെ പുതിയ ഫയൽ ഓപ്പൺ ആക്കി കണ്ടിരുന്നു അല്ലേ? നമുക്ക് എം ഇ വിക്ക് പറ്റുന്ന ടെംപ്ലേറ്റ് ഏതായിരുന്നു? സിസ്റ്റം ആകാം അല്ലെങ്കിൽ മെക്കാനിക്കൽ ആകാം. ഓപ്പൺ ആക്കുന്ന ലൊക്കേഷൻ അറിയാമല്ലോ. ന്യൂ എടുക്കുക, ബ്രൗസ് ചെയ്യുക, ടെംപ്ലേറ്റ്സ്, ഇംഗ്ലീഷ്, ഇതിനകത്ത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഓപ്പൺ ആക്കുന്നതിന് പകരമായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്തിടുന്ന കാര്യം പറഞ്ഞായിരുന്നു. ഓക്കെ, ഇവിടെ നിന്ന് വേണമെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. നമുക്ക് സ്റ്റാർട്ടിംഗ് വിൻഡോയിലേക്ക് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ഫയൽ ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇവിടെ ഫയൽ എന്നുള്ള ഇതിനകത്ത് വരും. ഫയലിനകത്തേക്ക് പോവുക, അതൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻസിനകത്താണ് നമുക്ക് എന്ത് ചെയ്യുക, ജനറൽ ആയിട്ടുള്ള സെറ്റിംഗ്സ് ഉണ്ട്, യൂസർ ഇന്റർഫേസ് ഉണ്ട്. അതായത് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ടാബ് ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഓഫ് ചെയ്തിടാം. പിന്നെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇപ്പം ബാക്ക്ഗ്രൗണ്ട് കളറോ അല്ലെങ്കിൽ സെലക്ഷന്റെ കളറോ അങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം. പിന്നെ ഗ്രാഫിക്സ് കാർഡിന്റെ കോൺഫിഗറേഷൻ ആണ് ഇത്. ഫയൽ ലൊക്കേഷനകത്താണ് നമ്മൾ ഫയൽ ആഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഫയൽ ലൊക്കേഷൻ എടുക്കുക, നമുക്ക് ആഡ് ചെയ്യേണ്ട ഒരു ഫയലിനെ സിസ്റ്റം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, ഇനി ഡീഫോൾട്ട് ആയിട്ട് നിങ്ങൾ എപ്പോൾ ഓപ്പൺ ആക്കിയാലും ഇമ്പീരിയൽ ടെംപ്ലേറ്റ്സ് ആയിരിക്കും ഇവിടെ കിടക്കുക. അത് നിങ്ങൾ ഓർക്കുക, കാരണം പ്രൈവറ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതിനകത്ത് ആഡായി വരുന്നത് ഇമ്പീരിയൽ ടെംപ്ലേറ്റ് ആയിരിക്കും. നിങ്ങൾ അതുകൊണ്ടാണ് ആ ഫയൽ ഓപ്പൺ ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും തീറ്റ അതിനകത്ത് വരിക. അത് കഴിഞ്ഞു. അപ്പൊ അന്നേരം നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്നായിട്ട് ഇവിടെ ഒന്ന് ഡിലീറ്റ് ആക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. ഒരിക്കൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓക്കെ, ഞാൻ ഒന്ന് രണ്ട് കാര്യം ഇവിടെ പറഞ്ഞിട്ടെ. പിന്നെ ഇതേപോലെ സ്റ്റിയറിംഗ് വീല്, നമ്മൾ 3D വ്യൂല് സ്റ്റിയറിംഗ് വീൽ ഒന്നും കണ്ടില്ലെങ്കിൽ അതും അതിന്റെ സൈസും അതുപോലെ വ്യൂ ക്യൂബ് ഇതിന്റെ എല്ലാം തന്നെ സെറ്റിംഗ്സ് ഇതിനകത്ത് തന്നെയാണ് കിടക്കുന്നത്. കാരണം ചില ആൾക്കാർ ചോദിക്കാറുള്ളതാണ് വ്യൂ ക്യൂബ് കാണാതെ പോയി എന്നൊക്കെ ഉള്ളത്. അപ്പം എന്താണ് ഇവിടെയാണ് അതെല്ലാം തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കുന്നത്. ടിക്കറ്റ് കൊടുത്താൽ അവർ ഓരോന്നായിട്ട് നിങ്ങൾ എടുത്തു വെച്ച് നോക്കുക, എല്ലാ ടിക്കറ്റും ഒരുമിച്ച് മാറ്റിയിട്ട് നോക്കരുത്. അന്നേരം എന്താ വരുന്നതെന്നുള്ളത് അറിയില്ല. പൊതുവെ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. എല്ലാവരോടും എന്ത് ചെയ്യും, എല്ലാ ടിക്കറ്റും ഒരുമിച്ച് അങ്ങോട്ട് മാറ്റും, എന്നിട്ട് ഓക്കെ കൊടുക്കും. എന്താ വരുന്നത് അറിയില്ല. നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇതിനുശേഷം നമ്മൾ പുതിയ ഏതൊരു ഫയൽ ഓപ്പൺ ആക്കിയാലും നമുക്ക് എന്ത് ചെയ്യാം, ബ്രൗസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ ഫയലുകളും നമുക്ക് ഇവിടെ നമുക്ക് കിട്ടും. ഇതാണ് ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ്. പക്ഷേ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ മാത്രമേ ഉള്ളൂ. ഒരു പുതിയ കമ്പനിയുടെ ടെംപ്ലേറ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ബ്രൗസ് ചെയ്തിട്ട് കമ്പനിയുടെ ടെംപ്ലേറ്റ് ആണ് നമ്മൾ ഓപ്പൺ ആക്കുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ചെറിയൊരു ടെംപ്ലേറ്റ് നമ്മൾ ഓപ്പൺ ആക്കി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നെല്ലുമീറ്റി ടെംപ്ലേറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിനകത്തേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഓപ്പൺ ആണ് ഇട്ടേക്കുന്നത്. ഇതിനകത്തേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടുന്ന കുറെ ലെവൽസുകൾ, ഡക്ട് ടൈപ്പ്, പിന്നെ ഡക്ട് സിസ്റ്റംസ്, ഡക്ട് ടൈപ്പ്, ഇങ്ങനെയുള്ള എല്ലാം തന്നെ പൈപ്പിംഗ് സിസ്റ്റംസ് നമുക്ക് ആവശ്യമുള്ള കുറച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഓരോ പ്രോജക്റ്റ് വരുമ്പോൾ ആ പ്രോജക്റ്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് ഇത് കൂടാം കുറയാം. സിസ്റ്റം ടെംപ്ലേറ്റ് അല്ല, നമ്മളിത് സെറ്റ് ചെയ്തതാണ്, നമുക്ക് വേണ്ടി സെറ്റ് ചെയ്ത് ഇട്ടിരിക്കുന്നത്. അപ്പൊ നോർമലായിട്ട് ഒരു വർക്കിലേക്ക് വരുമ്പോൾ നമ്മളെല്ലാം എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെയുള്ള ടെംപ്ലേറ്റിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അതല്ലാതെ ഒരിക്കലും സിസ്റ്റം ടെംപ്ലേറ്റോ മെക്കാനിക്കൽ ടെംപ്ലേറ്റോ നിന്നായിരിക്കത്തില്ല. കാരണം അതിനകത്ത് ഈ പറയുന്ന ഒന്നും തന്നെ കാണില്ല. അപ്പൊ ഇതാകുമ്പോൾ നമുക്ക് ഡക്റ്റിനും പൈപ്പിനും ഒക്കെ നമുക്ക് വേണ്ടുന്ന കളറും കാര്യങ്ങളും ഒക്കെ തന്നെ ആണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് മറ്റ് ടൂൾസ് ഒക്കെ നോക്കാം. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാ സെറ്റ് ചെയ്യുക ടെംപ്ലേറ്റ് ഒക്കെ എന്നുള്ളത് പിന്നീട് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇന്നലെ നമ്മൾ നോക്കിയിരുന്ന ടൂൾസ് എന്ന് പറയുന്നത് ഡക്റ്റിന്റെ ആയിരുന്നു, HVAC ഡക്റ്റിന്റെ ആയിരുന്നു. മെക്കാനിക്കൽ എക്യുപ്മെന്റ് വരെ ഇന്നലെ നോക്കിയിരുന്നത് അല്ലേ? ഓക്കെ, നമുക്ക് മെക്കാനിക്കൽ കഴിഞ്ഞാൽ ഇനി നമുക്ക് പൈപ്പ് മുതൽ അങ്ങോട്ടുള്ള ടൂൾസ് നമുക്ക് ഇത്രയും ടൂൾസ് പറഞ്ഞു തീർക്കണം ഓൾറെഡി. ഓക്കെ, നമുക്ക് പൈപ്പ്, എന്തിനാ പൈപ്പ് ഉപയോഗിക്കുന്നത്? പൈപ്പ് യൂസ് ചെയ്യുന്നത് പ്ലംബിങ്ങിന് അല്ലേ? പ്ലംബിങ്ങിന് മാത്രമേ ഉള്ളൂ? അല്ല, നോർമലായിട്ട് പൈപ്പിന്റെ യൂസ് എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡിനെ എന്ത് ചെയ്യാൻ പറഞ്ഞോളൂ, ഒക്കെ പറഞ്ഞു, കുഴപ്പമില്ല. ഓക്കെ, ശരി. അപ്പം നമുക്ക് ഇവിടെ പൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് MEP-ക്കകത്ത് കുറെ പൈപ്പിംഗ് സിസ്റ്റം ഉണ്ട്. പൈപ്പിംഗ് സിസ്റ്റത്തിൽ തന്നെ HVAC-ക്കകത്ത് പൈപ്പിംഗ് സിസ്റ്റം വരുന്നുണ്ട്, പ്ലംബിങ്ങിനകത്ത് വരുന്നുണ്ട്. HVAC-യിലെ സിസ്റ്റം എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഏതൊക്കെയാണ് വരിക? ചിൽ വാട്ടർ സപ്ലൈ, ചിൽ വാട്ടർ റിട്ടേൺ, കണ്ടൻസർ വാട്ടർ സപ്ലൈ, കണ്ടൻസർ വാട്ടർ റിട്ടേൺ,
പിന്നെ മേക്കപ്പ് വാട്ടർ വേണമെങ്കിൽ പറയാം, പക്ഷെ അത് നോർമലായിട്ട് പ്ലംബിങ്ങിനകത്ത് വരുന്നതാണ്. പിന്നെ ഡ്രെയിനേജ് സിസ്റ്റത്തിൽ വരുന്ന കണ്ടൻസേറ്റ്, ഡ്രെയിന്, ഇത്രയും നോർമലായിട്ട് നമുക്ക് വരുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ പ്ലംബിങ്ങിനകത്ത് സോയില്, വേസ്റ്റ്, വെന്റ്, റെയിൻ വാട്ടർ അല്ലെ സ്റ്റോം വാട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടൈപ്പ് ഉണ്ട്. എല്ലാ ടൈപ്പിലും നമുക്ക് എന്താ യൂസ് ചെയ്യുന്നത്? പൈപ്പ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇവിടേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കലിനകത്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പൈപ്പിംഗ് സിസ്റ്റമായിട്ട് നമുക്ക് ഏതൊക്കെയുണ്ട്? മെക്കാനിക്കലിനകത്ത് പൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പൈപ്പിംഗ് സിസ്റ്റത്തിനകത്ത് ഹൈഡ്രോണിക് സപ്ലൈ അല്ലെങ്കിൽ ഹൈഡ്രോണിക് റിട്ടേൺ നമുക്ക് ഇവിടെ നിന്ന് കാണാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ കാണാം. അതാ ഈ ഫാമിലീസ് എന്നുള്ളതിനകത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാം അതെല്ലാം. പൈപ്പിംഗ് സിസ്റ്റത്തിനകത്തേക്ക് വന്നാൽ ഇപ്പൊ ഇതിനകത്ത് ലോഡായി കിടക്കുന്ന പൈപ്പിംഗ് സിസ്റ്റത്തിനകത്ത് അല്ല ഇതായിരുന്നു. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം കുറേ സിസ്റ്റം ടൈപ്പ് ഉണ്ട്. പക്ഷേ ഇത് എല്ലാ സിസ്റ്റത്തിലും ഇത് വർക്ക് ചെയ്യില്ല. നമുക്ക് മെക്കാനിക്കലിനകത്ത് നമുക്ക് മെയിനായിട്ട് വരിക എന്ന് പറയുന്നത് ഹൈഡ്രോണിക് സപ്ലൈ, ഹൈഡ്രോണിക് റിട്ടേണുമാണ്. അപ്പം മെക്കാനിക്കലിനകത്ത് നിന്ന് നിങ്ങൾ ചെയ്യുമ്പോൾ, അതായത് ചില്ല് വാട്ടർ എന്നുള്ള രീതിയിൽ ചെയ്യുന്ന സമയത്ത്, HVAC-ക്കകത്ത് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രോണിക് സപ്ലൈ എന്ന് പറയുന്നത് സപ്ലൈ സിസ്റ്റത്തിനും റിട്ടേൺ എന്നുള്ളത് റിട്ടേൺ സിസ്റ്റത്തിനും എടുക്കുക. അപ്പോൾ ഇവിടെ നിന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സാനിറ്ററി പൈപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ സിസ്റ്റം ടൈപ്പ് എടുത്താൽ ചില്ല് വാട്ടർ അല്ലെങ്കിൽ HVAC-ക്കകത്ത് നമുക്ക് വിസിബിൾ ആയിരിക്കത്തില്ല. അത് സിസ്റ്റത്തിന്റെ ടെംപ്ലേറ്റിന്റെ സെറ്റിംഗ്സിലാണ് വരിക. നമുക്ക് പൈപ്പ് എന്നുള്ള ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പൈപ്പ് ടൈപ്പ് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള ഓരോ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? പൈപ്പ് ടൈപ്പുകൾ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം ഓരോ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമുക്ക് പിന്നെ എന്താ HVAC-ക്കകത്തായാലും പിന്നെ ഇവിടെ തന്നെ ഇപ്പം ചില്ല് വാട്ടർ, പിന്നെ ഡ്രെയിനേജ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞുകൊണ്ട് 3 എണ്ണമാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ക്രിയേറ്റ് ചെയ്യാം. ഈ പൈപ്പ് ടൈപ്പ് ക്രിയേറ്റ് ചെയ്തതിനൊപ്പം തന്നെ അതിനകത്ത് സൈസ് കൊടുക്കാം, എന്ത് മെറ്റീരിയലാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. നമുക്ക് ഇഷ്ടമുള്ള പൈപ്പ് ടൈപ്പുകൾ നമുക്ക് ഏതാണോ വേണ്ടുന്നത് അത് ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ചില്ല് വാട്ടർ ചെയ്യുമ്പോൾ ഡ്രെയിനേജിന്റെ എടുക്കൂല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പൈപ്പ് ടൈപ്പ് സെലക്ട് ചെയ്യുക. പിന്നീട് വരിക എന്ന് പറയുന്നത് എന്താണ്? സിസ്റ്റം ടൈപ്പ് സെലക്ട് ചെയ്യുക. സിസ്റ്റം ടൈപ്പിലേക്ക് നമുക്ക് പോകുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു കുറേ സിസ്റ്റം ടൈപ്പ് ഉണ്ട്. HVAC-ക്കകത്ത് നിന്നുകൊണ്ട് മെക്കാനിക്കലിനകത്ത് നിന്നുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നതുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണം? ഹൈഡ്രോണിക് സപ്ലൈ, ഹൈഡ്രോണിക് സിസ്റ്റമാണോ ആണ് നിങ്ങൾ എടുത്ത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓക്കെ. സപ്ലൈ എന്ന് പറയുന്ന സപ്ലൈക്ക് യൂസ് ചെയ്യുന്ന പൈപ്പാണ് കിട്ടുക. പിന്നെ സാധാരണ പോലെ തന്നെ നമുക്ക് എന്താണ് ഇവിടെ ഓപ്ഷൻ ബാറിനകത്തേക്ക് വന്ന ഡയമീറ്റർ സെലക്ട് ചെയ്യുക. പിന്നെ മിഡിൽ എലിവേഷൻ സെലക്ട് ചെയ്യുക. മിഡിൽ എലിവേഷൻ എന്ന് പറയുന്നത് അതാത് ഫ്ലോറിൽ നിന്ന് ഉള്ള ഹൈറ്റ് ആണ്. പിന്നെ വരിക എന്ന് പറയുന്നത് ഓക്കെ, ഇതിപ്പോൾ എടുത്ത് നമുക്കൊന്ന് വരച്ച് നോക്കാം. വരച്ച് നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ടൂൾസ് എടുക്കുക. ഓക്കെ, ഞാനൊരു ഡയമീറ്റർ സെലക്ട് ചെയ്തു, ശേഷം പൈപ്പ് വരച്ചു. ഓക്കെ, എനിക്ക് ആവശ്യമുള്ള ലെന്ത് വരച്ചു. ഇനി അതല്ല നമുക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള ലെന്ത് അറിയാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മൗസ് വെച്ചിട്ട് ആ ഡയറക്ഷൻ കാണിച്ചു കൊടുത്തിട്ട് ടൈപ്പ് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഏത് ഡയറക്ഷനിലോട്ടാണോ കൊണ്ടുപോകേണ്ടത് ആ ഡയറക്ഷനിലോട്ട് കൊണ്ടുപോകാം. ഇനി അത് കഴിഞ്ഞിട്ട് സൈസ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ തന്നെ നിന്നുകൊണ്ട് എന്ത് ചെയ്യുക? സൈസ് ചേഞ്ച് ചെയ്യുക. അവിടെ ഒരു റെഡ്യൂസർ വീണിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ സിംഗിൾ ലൈൻ ആയിട്ട് വരുന്നതിന്റെ കാര്യം? ഓക്കെ, ഡീറ്റെയിൽ ലെവല് ഫൈൻ കൊടുത്താൽ മതി. നിങ്ങൾക്ക് എന്താണ് പൈപ്പിന്റെ ടൈപ്പിൽ തന്നെ കാണാം. നിങ്ങൾ ഇനി പൈപ്പ് വരച്ചു പോകുന്ന സമയത്ത് തന്നെ പലപ്പോഴും ഈ പൈപ്പ് റൈസ് ഡ്രോപ്പ് ഒക്കെ വരാറുണ്ട് അല്ലേ? പോകുന്ന പൈപ്പ് കുറച്ച് ഹൈറ്റിലേക്ക് പോകാറുണ്ട് അല്ലെങ്കിൽ താഴേക്ക് പോകാറുണ്ട്. അപ്പൊ അതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ഇതായിട്ട് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എത്ര ഹൈറ്റിലേക്കാണോ പോകേണ്ടത് ആ ഹൈറ്റ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഈ മോഡൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? മാറ്റി കൊടുക്കുക. എസ്കേപ്പ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എനിക്കിപ്പോൾ ഇവിടെ നിന്നോട് 3500 പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ 3000 ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എന്താണ് അവിടെ റൈസ് ഡ്രോപ്പ് വരും. ആ സിമ്പിൾസും അവിടെ തന്നെ വന്നോളും. ഓക്കെ, ഇനി താഴേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് എന്തെടുക്കാം? ഇനി അതല്ല, നിങ്ങൾക്ക് ഇപ്പം പലപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് റൂഫിൽ നിന്ന് നേരെ ഗ്രൗണ്ട് ഫ്ലോർ വരെ വരണം, അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഒരു പൈപ്പ് റൂഫ് വരെ പോകണം, അങ്ങനെയൊക്കെയുള്ളൊരു ആവശ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? എത്രയാണോ അതിന്റെ ഹൈറ്റിലേക്ക് നമുക്ക് പോകേണ്ടത്, ഇപ്പൊ 10,000 ആണ് 10,000 എന്നുള്ളത്. ഇപ്പൊ ഈ 10,000 എടുക്കുക എന്ന് പറയുന്നത് ഈ 0 ലെവലിൽ നിന്നാണ് 10,000 എടുക്കുക. നമ്മൾ നിൽക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ 2750 എന്നല്ല 10,000 എടുക്കുന്നത്. നമ്മൾ റെഫറൻസ് ലെവൽ ഏതാണോ ആ ലെവൽ. ഇപ്പൊ നിങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് എടുക്കുമ്പോൾ അവിടെ നിന്ന് 10,000 ഹൈറ്റ് ആയിരിക്കും അത് വരിക. ഓക്കെ, നോക്കുകയാണെങ്കിൽ അതിനുശേഷം എന്താണ്
രണ്ട് പ്രാവശ്യം ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. നമുക്ക് ഇങ്ങനെ വാല്യൂ ചേഞ്ച് ചെയ്തിട്ട് നമ്മളൊന്ന് വരച്ചു പോവുകയാണെങ്കിൽ, മോഡൽ ചെയ്ത് പോവുകയാണെങ്കിൽ ആ ഹൈറ്റിലെ പൈപ്പ് റൺ ആവും. അതല്ല നമുക്ക് അവിടെ വെച്ച് ടെർമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് പ്രാവശ്യം അപ്ലൈ ചെയ്താൽ മതി. അത് മുകളിലേക്ക് പോയി ടെർമിനേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ 3 dB നോക്കാം. നേരെ മുകളിലേക്ക് പോയി ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പൈപ്പ് റൂട്ട് ചെയ്യാം. ഓക്കെ, ഡയമെൻഷൻ ചേഞ്ച് ചെയ്യാം. ഇനി അതല്ല ബ്രാഞ്ച് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓക്കെ, എവിടെ നിന്നാണോ ബ്രാഞ്ച് വേണ്ടുന്നത് അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, വരച്ചു കൊടുക്കണം. ഇപ്പം എന്തുകൊണ്ടായിരിക്കാം ഇത് വരാത്തതിന്റെ കാരണം? പൈപ്പ് വരച്ചിട്ട് ലെവല് ഞാനിപ്പം 10,000 ആയിരുന്നു കൊടുത്തിരുന്നത്, അവിടെ നിന്ന്. പക്ഷെ നമുക്ക് പലപ്പോഴും ഇങ്ങനെ കൊടുത്തു വെച്ചാൽ എനിക്കിപ്പോൾ ഈ പൈപ്പിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഏതാണ് അപ്പം എനിക്ക് വേണ്ടുന്ന ലെവൽ ഏതാണ്? ഈ പൈപ്പിന്റെ ലെവൽ തന്നെയാണ് നമുക്ക് വേണ്ടത് അല്ലേ? അതിനാണ് ഇവിടെ ഇൻവെർട്ട് എലിവേഷനും ഇൻവെർട്ട് സൈസും എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഇൻവെർട്ട് എലിവേഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ ഏത് പൈപ്പിൽ നിന്നാണോ നമ്മൾ പിക്ക് ചെയ്യുന്നത് ആ പിക്ക് ചെയ്യുന്ന പൈപ്പിന്റെ എലിവേഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് പിക്ക് ചെയ്യും. ഇപ്പൊ എന്ത് സംഭവിച്ചു? ഞാനിപ്പം വരച്ചിരുന്ന പൈപ്പ് വലിയ ഡയ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ റെഡ്യൂസ് ഒക്കെ വേണം. പക്ഷെ എനിക്ക് ഇവിടെ നിന്ന് വരയ്ക്കേണ്ട, അപ്പം ഇതേ പൈപ്പ് തന്നെ ആയിരുന്നു. അതിനാണ് ഏത് യൂസ് ചെയ്യുന്നത്? ഇൻഹെറിറ്റ് സൈസ്. ഓക്കെ, അപ്പൊ ഇൻഹെറിറ്റ് സൈസും സെലക്ട് ചെയ്തിരുന്നെങ്കിൽ എന്താണ് വരിക? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, സെയിം ഡയ തന്നെ ആയിരിക്കും. അല്ല, അതായത് സൈസ് വേണമെന്നുണ്ടെങ്കിൽ സൈസ് വേണം, എലിവേഷൻ വേണമെന്നുണ്ടെങ്കിൽ എലിവേഷൻ വേണം. ഇപ്പം ഇൻഹെറിറ്റ് സൈസ്, ഇൻഹെറിറ്റ് എലിവേഷൻ. ആഡ് സ്ലോപ്പ്, വെർട്ടിക്കൽ ചേഞ്ച് സ്ലോപ്പ് ഒക്കെ പ്ലംബിംഗ് വരുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പം DW സെലക്ട് ചെയ്തുകൊണ്ടാണ് ഇതുപോലെ ഫിറ്റിംഗ്സ് വന്നത്. ഫില്ല് വാട്ടറാണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നോർമലായിട്ട് ഇങ്ങനെയുള്ള ഫിറ്റിംഗ്സ് ആയിരിക്കില്ല വരിക. നോക്കിയിട്ടുണ്ടെങ്കിൽ സാധാരണ പോലുള്ള ഫിറ്റിങ്ങുകളാണ്, വെൽഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് അവിടെ വരിക. ഇതാണ് പൈപ്പ് ടൈപ്പ് സെലക്ട് ചെയ്യുന്നതിനകത്തുള്ള ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ പൈപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ പൈപ്പ് ടൈപ്പ് ഒന്ന് മാറ്റണം. ഓക്കെ, ഞാനിപ്പോൾ വരച്ചിരിക്കുന്നത് എന്താണ്? PVC ആണ്. എനിക്ക് ഇതിനെ മാറ്റി ചില്ല് വാട്ടറായിട്ട് മാറ്റണം. അതിനുവേണ്ടി നമുക്ക് എന്തെടുക്കാം, ഇതിനെ സെലക്ട് ചെയ്യാം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്യണം. എങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും അല്ലേ? ഒന്നിച്ച് സെലക്ട് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെലക്ട് ചെയ്യുവാണെങ്കിൽ എന്താ സംഭവിക്കുക? ഇത് നമുക്ക് ആവശ്യമുള്ളതാണോ? അല്ല. അപ്പൊ അതെങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും? ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ റിമൂവ് ചെയ്യാം. നമുക്ക് ഒരു സെലക്ഷനകത്തേക്ക് ആഡ് ചെയ്യാനായിട്ട് കൺട്രോൾ പ്രസ് ചെയ്ത് അത് കൺട്രോൾ ഹോൾഡ് ചെയ്തുകൊണ്ട് നമ്മൾ പിക്ക് ചെയ്താൽ അതിനകത്തേക്ക് സെലക്ഷൻ ആഡ് ആവും. കൺട്രോൾ ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ആ മൗസിന്റെ ടിപ്പിൽ എന്താണ് ഒരു പ്ലസ് സിമ്പിൾ വരുന്നുണ്ട്. നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്താൽ അത് റിമൂവ് ആവും. പലപ്പോഴും ഇതിപ്പോ നമുക്ക് മറ്റ് യാതൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ഒറ്റയടിക്ക് ഇത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാനായിട്ട് പറ്റിയത് അല്ലേ? അതല്ലാതെ തന്നെ നമുക്ക് ഒരു രീതിയിൽ കൂടെ സെലക്ട് ചെയ്യാം. നമുക്ക് ഇതല്ലാതെ നമുക്ക് ഒരു രീതിയിൽ കൂടെ നമുക്ക് സെലക്ട് ചെയ്യാം. ആ സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്തെടുക്കാം, ഏതെങ്കിലും ഒരെണ്ണം ഹൈലൈറ്റ് ആകുക. പിക്ക് ചെയ്യരുത്, ഹൈലൈറ്റ് ആകുക. ഇതിനാണ് നമ്മൾ പ്രീ സെലക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ നേരത്തെ ഒരു ഗ്രാഫിക്സ് എടുത്ത സമയത്ത് ബാക്ക്ഗ്രൗണ്ട് പ്രീ സെലക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കളർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രീ സെലക്ഷൻ എന്ന് പറയാം. ഒരെണ്ണം ജസ്റ്റ് ഹൈലൈറ്റ് ആക്കി വെക്കുക. അതിനുശേഷം ടാബ് യൂസ് ചെയ്യുക. ഒന്ന് ടാബ് പ്രസ് ചെയ്യുന്ന സമയത്ത് ഓരോ ഇതായിട്ട് കണ്ടോ, അത് കണ്ടിന്യൂ ചെയ്ത് പോകും. മുഴുവനും സെലക്ട് ആയി കഴിയുമ്പോൾ, സെലക്ട് എന്ന് പറയാൻ പറ്റില്ല, പ്രീ സെലക്ട് ആയി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പിക്ക് ചെയ്യുക. ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെടുക്കാം, സെലക്ട് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നോട്ട് ചെയ്യേണ്ടപ്പോൾ നോട്ട് ചെയ്യാം. നമ്മൾ പൈപ്പ് എടുക്കുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത്, പൈപ്പ് എടുക്കുക, നമുക്ക് വേണ്ടുന്ന ടൈപ്പ് സെലക്ട് ചെയ്യുക, നമുക്ക് വേണ്ടുന്ന സിസ്റ്റം ടൈപ്പ് സെലക്ട് ചെയ്യുക. പൈപ്പ് ടൈപ്പും സിസ്റ്റം ടൈപ്പും രണ്ടാണ്. പൈപ്പ് ടൈപ്പ് എന്ന് പറയുന്നത് പൈപ്പ് വെച്ചിട്ടുള്ള മെറ്റീരിയൽ ക്ലാസിഫിക്കേഷൻ ആണ്. സിസ്റ്റം ടൈപ്പ് എന്ന് പറയുന്നത് ഏത് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം പൈപ്പ് ടൈപ്പ്, സിസ്റ്റം ടൈപ്പ്.
നിങ്ങൾ വളരെ നീട്ടി എഴുതണ്ട, ഒരു ആരോ ഇട്ട് എഴുതിയാൽ മതി. മാറ്റാം. പക്ഷെ കുറെ കണക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ച കാര്യങ്ങൾ ചെയ്തു. എത്ര പേര് ചെയ്തു നോക്കുന്നു. പോയില്ലേ ഒരു പ്രയോജനം ഉണ്ടാകും. നിങ്ങൾ ചെയ്യുന്നതിന്റെ ഐഡിയ ഒന്ന് നോക്കിയിട്ട് അതാത് ദിവസം നോക്കിയിട്ട് മാറ്റി വെച്ചാൽ വലിയ പാടായി. നമ്മളോർക്കും വീഡിയോ കിടക്കുന്നതുകൊണ്ട് പഠിക്കാം അങ്ങനെ ഒരു ചിന്ത. ആ വീഡിയോ കിടക്കുന്നതാണ് ഇത്, ഒരിക്കലും പഠിക്കൂല. അതാത് ദിവസം ക്ലിയർ ചെയ്ത് പോകും. വീഡിയോ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വീഡിയോ ഉണ്ടല്ലോ, ഒരിക്കലും പഠിക്കില്ല. ആ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയല്ല എന്നുള്ള മനസ്സിൽ വെക്കുക, അത് സൈറ്റിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഇത് ഇവിടുന്ന് തന്നെ ക്ലിയർ ചെയ്യുക. അതാത് ദിവസം നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ തന്നെ ഇന്ന് റൂമിലിരുന്നാലും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചോദിച്ചോളൂ കേട്ടോ. നമ്മുടെ ആ പ്രാക്ടീസ് ഗ്രൂപ്പിൽ ഇവരെല്ലാം ആളുണ്ടല്ലേ, അപ്പൊ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ തന്നെ ഇട്ടോളൂ. അതാത് സമയത്ത് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് സഹിതം ഇട്ടോളൂ. സ്ക്രീൻഷോട്ട് സഹിതം ഇടണം. പിന്നെ സ്ക്രീൻഷോട്ട് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ ഒരു പൈപ്പിന് ഒരു ഡൗട്ട് വന്നു, ഇത്ര ഭാഗം മാത്രമായിട്ട് എടുക്കരുത്, ഈ സ്കീം മൊത്തത്തിൽ വേണം വേണ്ട. എങ്കിൽ മാത്രമേ നിങ്ങളിപ്പോൾ സിസ്റ്റം മാറുന്നതുകൊണ്ടാണോ അല്ലെ പൈപ്പ് ടൈപ്പ് മാറുന്നതുകൊണ്ടാണോ എന്നുള്ളതൊക്കെ അറിയത്തുള്ളൂ. പലപ്പോഴും പലരും കാണിക്കുന്നത് എന്താ പറയാ, ആ സ്ക്രീൻഷോട്ട് ഒന്ന് അയച്ചു തരാമെന്ന് ചോദിക്കുമ്പോൾ ഇത്ര മാത്രമായിട്ട് അയച്ചു തരും. എവിടെയാണോ പ്രോബ്ലം അത് മാത്രം. അതുകൊണ്ട് ഇതിനകത്ത് ഒരു കാര്യവും നടക്കൂല. എല്ലാവരും പ്രാക്ടീസ് ചെയ്യാം. എന്തായാലും തുടങ്ങുമ്പോൾ നല്ല പ്രശ്നങ്ങൾ കയറി വരും. ആ പ്രശ്നങ്ങൾ പിന്നെ കാണുന്ന പോലെ സാറ് പറഞ്ഞ പോലെ കാണുന്ന പോലല്ല, വരച്ചു തുടങ്ങുമ്പോഴേ ഇതിനകത്ത് മോഡൽ ചെയ്ത് തുടങ്ങുമ്പോഴേ പ്രശ്നങ്ങൾ അറിയത്തുള്ളൂ. കാണുമ്പോഴോ അല്ലെ യൂട്യൂബിനകത്ത് വീഡിയോ കാണുമ്പോഴോ ഒക്കെ വളരെ ഈസി ആയിട്ട് തോന്നും. ഇതിനകത്ത് നല്ല ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ തുടങ്ങുമ്പോൾ പലതും ആ സ്ക്രീനിൽ കാണാൻ പറഞ്ഞ അവസ്ഥകളൊക്കെ വരും. അപ്പൊ അവിടെ സ്റ്റക്കായി നിൽക്കുന്നത് സ്ക്രീൻഷോട്ട് ഇട്ട് സ്കോറിലേക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത് ഇതൊക്കെ അറിയുള്ളൂ. അപ്പൊ നമുക്ക് പൈപ്പ് ടൈപ്പ് എടുക്കുക, പിന്നെ സിസ്റ്റം ടൈപ്പ് എടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടുന്നത് എന്താണ്, ഡയമീറ്റർ സെലക്ട് ചെയ്യാം. ഇനി ഡയമീറ്റർ ആദ്യം സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ മറ്റൊന്നും ഇല്ല, പക്ഷെ ഒരു ഓർഡർ വരാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, മിഡിൽ എലിവേഷൻ. ഇവിടെ നമുക്ക് എന്തെടുക്കാം, മിഡിൽ എലിവേഷൻ മാറ്റണം എന്നുണ്ടെങ്കിൽ ജസ്റ്റിഫിക്കേഷനകത്തേക്ക് പോവാം, ഇതിനകത്തേക്ക് പോയിട്ട് മാറ്റാം. അത് പിന്നീട് മോഡൽ ചെയ്യുന്ന സമയം. നോർമലായിട്ട് പൈപ്പിന്റെ കേസിൽ മിഡിൽ എലിവേഷൻ മാറ്റേണ്ട വരുന്നില്ല, ഡക്റ്റിന്റെ കേസിൽ മാത്രമാണ് കൂടുതൽ നമ്മൾ ആവശ്യമായിട്ട് വരും. പിന്നെ അടുത്ത ടൂൾ എന്ന് പറയുക ഇൻഹെർട്ട് എലിവേഷൻ. ഇൻഹെർട്ട് എലിവേഷൻ എപ്പോഴും ആവശ്യമായിട്ട് വരുന്നില്ല. പലപ്പോഴും നമ്മൾ വരച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഇതേപോലെ വരച്ചു പോകും, പിന്നെ മറ്റൊരു പൈപ്പിന് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയത്തായിരിക്കും. അപ്പൊ അതെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ വന്ന പൈപ്പ് പിക്ക് ചെയ്യണം, അതിന്റെ എലിവേഷൻ എത്രയാണെന്ന് നോക്കണം, വീണ്ടും അത് ടൈപ്പ് ചെയ്യാൻ നിൽക്കണം. ഇൻഹെർട്ട് എലിവേഷൻ ഓൺ ആയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺ ആക്കിയാൽ ആ ടൈം മാത്രം ഓൺ ആക്കേണ്ട കാര്യം വരുന്നുള്ളൂ. നമുക്ക് അവിടെ നിന്ന് തന്നെ നമുക്ക് എന്തെടുക്കാം, സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഒരു ഇൻഹെർട്ട് സൈസ്. ഇൻഹെർട്ട് സൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരു സൈസ് ആണെങ്കിൽ ഒരു സൈസിൽ നിന്ന് എനിക്ക് ഇപ്പം 100 ആണ് അല്ലേ, എനിക്ക് ഇത് 150 ആയിരിക്കാം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എത്ര വരിക, 100 നോക്കാം. ചെറിയ പൈപ്പാണ് വരുന്നത്. പക്ഷേ ഞാൻ ഇവിടെ വന്നിട്ട് ഇൻഹെർട്ട് സൈസ് ഓൺ ആക്കി കഴിഞ്ഞാൽ എന്താ വരിക, ഞാൻ പിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്താ ഓട്ടോമാറ്റിക് ആയിട്ട് സൈസ് ചെയ്യുക. ഇതാണ് ഇൻഹെർട്ട് എലിവേഷൻ, ഇൻഹെർട്ട് സൈസ്. ബാക്കിയുള്ള ടൂളുകൾ പിന്നീട് ഡ്രെയിനേജ് വരുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പൈപ്പ് വരയ്ക്കുന്നത്. നിങ്ങൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എല്ലാ സിസ്റ്റത്തിൽ 21 ആണ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. അപ്പൊ അൽക്ക എന്ന പ്രോജക്റ്റിന്റെ എടുക്കണം. ഓക്കെ, ഞാൻ ആകാശിന്റെ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ആ ഫയൽ കോപ്പി ചെയ്ത് മാറ്റിയിട്ടിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അല്ല, കോപ്പി ചെയ്ത് അവരുടെ ഫോൾഡറിലേക്ക് മാറ്റിക്കളാൻ പാടില്ല, അവിടെ ഇടരുത്. എന്തായാലും അത് ഓപ്പൺ ആക്കി ഓക്കെ. പിന്നീട് വരുമെന്ന് പറഞ്ഞാൽ പൈപ്പ് പ്ലേസ് ഹോൾഡർ ആണ്. പൈപ്പ് പ്ലേസ് ഹോൾഡർ എന്ന് പറയുന്ന ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനായിരിക്കും, ഇന്നലെ ഡക്ട് പ്ലേസ് ഹോൾഡർ കണ്ടിരുന്നു. നമ്മൾ സിംഗിൾ ലൈനായിട്ട് റൂട്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയാണ് നമ്മൾ പൈപ്പ് പ്ലേസ് ഹോൾഡർ യൂസ് ചെയ്യുന്നത്. നമുക്ക് ബാക്കിയുള്ള എല്ലാ ടൂളുകളും സെയിം തന്നെയാണ് വരിക. പൈപ്പ് ടൈപ്പ് നമ്മൾ കൊടുക്കുക, അതിനുശേഷം നമുക്ക് വേണ്ടുന്ന സിസ്റ്റം ടൈപ്പ് സെലക്ട് ചെയ്യുക, പിന്നെ വരിക എന്ന് പറയുന്നത്. ബാക്കി എല്ലാ ടൂളുകളും ഒരേപോലെ തന്നെയാണ് വരിക. ആകെ വരുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഫയൽ ഇട്ടാലും കോഴ്സ് ഇട്ടാലും എല്ലാം നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് എന്താണ്, സിംഗിൾ ലൈനായിട്ട് മാത്രമേ കിട്ടത്തുള്ളൂ. നിങ്ങൾ ഡയമീറ്റർ ചേഞ്ച് ചെയ്താലും എല്ലാം നമുക്ക് എന്താ വരിക, സിംഗിൾ ലൈനായിട്ടേ വരത്തുള്ളൂ. ഇത് നോർമലായിട്ട് നമ്മൾ റൂട്ട് ചെയ്ത് നോക്കുമല്ലോ, ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഡിസൈൻ സ്റ്റേജിലൊക്കെ റൂട്ട് ചെയ്ത് പൈപ്പ് ഇങ്ങനെ പോകും എന്ന് നോക്കാം. ഇനി അതല്ല, ഇതേപോലെ ഈ റൂട്ട് ചെയ്ത് ഇത് തന്നെ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെടുക്കാം, ഇതിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്തെടുക്കാം, കൺവേർട്ട് പ്ലേസ് ഹോൾഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെടുക്കാം, ഡബിൾ ലൈനായിട്ട് മാറ്റാം.
ഓക്കെ, അല്പം ലേശമായി ചോദിച്ചായിരുന്നു സിസ്റ്റം ടൈപ്പ് മാറ്റാവും. നമുക്ക് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് ഇവിടെ വന്ന് സിസ്റ്റം ടൈപ്പ് മാറ്റുവാണെന്നുണ്ടെങ്കിൽ എന്താവും, ആ സിസ്റ്റത്തിലോട്ട് അത് മാറും. എന്ത് പറ്റി? സാനിറ്ററി എവിടെ കാണാൻ പറ്റില്ല? HVAC-യിൽ കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് സാനിറ്ററിക്കകത്തേക്ക് പോയി പ്ലംബിങ്ങിൽ പോയി നോക്കിയാൽ ആ പൈപ്പ് അവിടെ ടൈപ്പ് മാറ്റും. ഓക്കെ, ഇനി ഈ പൈപ്പ് ഞാനിവിടെ പൈപ്പ് ടൈപ്പ് ഇപ്പൊ നമുക്കിവിടെ 3 ടൈപ്പേ ഉള്ളൂ. എന്നാലും ഈ പൈപ്പ് ടൈപ്പ് എനിക്കൊന്ന് മാറ്റണം. ഞാനിപ്പോൾ ഈ കിടക്കുന്ന പൈപ്പ് ടൈപ്പ് എന്ന് പറയുന്നത് PVC ആണ്. അപ്പം PVC-ക്കകത്ത് തന്നെ നമ്മൾ UPVC, CPVC എന്ന് പറഞ്ഞ കുറെ ടൈപ്പുകൾ തന്നെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അതിനകത്ത് കാണും. ഓക്കെ, അപ്പൊ അങ്ങനെ പൈപ്പ് ടൈപ്പ് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതെല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ചേഞ്ച് ടൈപ്പ് കൊണ്ട് റീഅപ്ലൈ ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഇത് ഞാൻ ഇവിടെ ഇതാണ്, പക്ഷേ ഇതിന്റെ മുമ്പ് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. അതിനുശേഷം ഞാനത് പറയാം. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് അതും മാറ്റാം. ചേഞ്ച് ടൈപ്പ് എടുത്താൽ ഇവിടെ നിന്നോട്ട് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഏതാ വേണ്ടത്. ഓക്കെ, പക്ഷേ അതിന്റെ സെറ്റിംഗ്സ് ഉണ്ട്, റൂട്ടിംഗ് പ്രൊഫഷനോട് പറഞ്ഞിട്ട് ഞാനത് പറയാം. ഓക്കെ ഓക്കെ, ഈ രീതിയിൽ നമുക്ക് എന്തെടുക്കാം, പൈപ്പ് വരയ്ക്കാം, പിന്നെ പൈപ്പ് പ്ലേസ് വരയ്ക്കാം. അങ്ങനെ പലപ്പോഴും നമ്മൾ പൈപ്പൊക്കെ ഇങ്ങനെ വരച്ചു പോകുന്ന സമയത്ത് ഇതേപോലെ പാരലായിട്ട് കുറേ പൈപ്പുകളൊക്കെ നമുക്ക് കൊണ്ടുപോകേണ്ടി വരും. ഇപ്പോൾ വാട്ടർ സപ്ലൈ ആണെങ്കിലും അല്ലെങ്കിൽ ചിൽ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ ചിൽ വാട്ടർ സപ്ലൈ, ചിൽ വാട്ടർ റിട്ടേൺ, നമുക്ക് പറഞ്ഞിട്ട് പാരലായിട്ട് കുറേ പൈപ്പുകൾ കൊണ്ടുപോകേണ്ടി വരും. അപ്പൊ അങ്ങനെ പാരലായിട്ട് കുറേ പൈപ്പുകൾ കൊണ്ടുവന്നിടത്താണ് നമുക്ക് ഏത് യൂസ് ചെയ്യുക, ഈ പാരൽ പൈപ്പിന്റെ യൂസ് വരിക. പാരൽ പൈപ്പ് എന്ന് പറയുമ്പോൾ അത് പൈപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള ടൂളല്ല, ഓൾറെഡി പൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പാരലായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഓക്കെ, പാരൽ പൈപ്പിനകത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ഉണ്ട്, വെർട്ടിക്കൽ ഉണ്ട്. ഓക്കെ, ഹൊറിസോണ്ടൽ നമ്പർ ഉണ്ട്, വെർട്ടിക്കൽ നമ്പർ ഉണ്ട്. അപ്പൊ ഇതാ ഇവിടെ ഇങ്ങനെ ഈ പൈപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എനിക്ക് പാരലായിട്ട് വേണം അല്ലെ. അപ്പൊ ഞാൻ എന്തോ എടുക്കുന്നു, എത്രയാണോ എനിക്ക് ഹൊറിസോണ്ടൽ വേണ്ടേ, ഞാൻ 3 കൊടുത്തു. അത് തമ്മിലുള്ള ആ 2 പൈപ്പുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെന്റർ ടു സെന്ററിന് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു പോയിന്റ് മുതൽ മറ്റൊരു പോയിന്റ് വരെ എന്നുള്ള കൺസിഡർ ചെയ്യാം. എങ്ങനെയാണെങ്കിലും ആ 2 പൈപ്പുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് കൊടുക്കുക. ഞാനിപ്പോൾ ഹൊറിസോണ്ടൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം എന്തെടുക്കുക, പിക്ക് ചെയ്യുക. എനിക്കിത് കണ്ടിന്യൂസ് വേണമായിരുന്നു. നമുക്ക് എങ്ങനെ പിക്ക് ചെയ്യാൻ പറ്റും, ടാബ് കൊടുത്തിട്ട് പിക്ക് ചെയ്യാം. ഒരെണ്ണം ഹൈലൈറ്റ് ആക്കി വെക്കുക. അതിനുശേഷം എന്തെടുക്കുക, ടാബ് കൊടുക്കുക. അതിന്റെ 3D ഒന്ന് നോക്കാം. അതേപോലെ പാരലായിട്ട് ക്രിയേറ്റ് ചെയ്യും. പക്ഷെ ഇങ്ങനെ പാരൽ പൈപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പാരൽ പൈപ്പ് ആകാം, പിന്നെ നിങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് കോൺഡ്യൂട്ട് ഒക്കെ ഇലക്ട്രിക്കിനകത്ത് കോൺഡ്യൂട്ട് ആകാം. ഒക്കെ വരുന്ന സമയത്ത് ഇവിടെ എവിടെയെങ്കിലും ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ആവും. എൽബോ ആണെന്നുണ്ടെങ്കിൽ എത്ര എൽബോ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷെ എവിടെയെങ്കിലും ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്രാഞ്ച് വരെ മാത്രമേ നമ്മുടെ സെലക്ഷനിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഓക്കെ, അതിനാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, പാരൽ പൈപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് പാരലായിട്ട് നമുക്ക് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെടുക്കാം, പാരൽ പൈപ്പ് എടുക്കുക. അതിനുശേഷം സെലക്ട് ചെയ്യുക. ഓക്കെ, പാരൽ പൈപ്പാണ് എടുക്കുന്നത്. ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ആ ഒരു ബ്രാഞ്ച് വരെ മാത്രമേ നമുക്ക് ആ പൈപ്പ്, അത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അടുത്തതായിട്ട് തന്നെ എടുക്കേണ്ടത്. ഇതാണ് നമുക്ക് പാരൽ പൈപ്പ്. ഇനി വെർട്ടിക്കലായിട്ട് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, പാരൽ പൈപ്പിൽ വെർട്ടിക്കലൂടെ കൊടുക്കുക. വെർട്ടിക്കൽ കൊടുക്കുക എന്ന് പറയുമ്പോൾ തീടിയിട്ട് നോക്കാം. വെർട്ടിക്കൽ അറിയണമെന്നുണ്ടെങ്കിൽ 1-ന് മുകളിൽ ഒന്നായിട്ടാണ് വരുന്നത്. കണ്ടോ, 1-ന് മുകളിൽ ഒന്നായിട്ടായിരിക്കും അത്. ഓക്കെ, അപ്പം പൈപ്പ് ഉണ്ട്, പൈപ്പ് പ്ലേസ് ഹോൾഡറുണ്ട്, പാരൽ പൈപ്പ് ഉണ്ട്. തൊട്ടടുത്ത് വരുന്ന ഫിറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, പൈപ്പ് ഫിറ്റിംഗ്സ് ആണ്. നമുക്ക് മാനുവലി ഒരു ഫിറ്റിംഗ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്, പൈപ്പ് ഫിറ്റിംഗ്സ്. നമുക്ക് നോർമലായിട്ടുള്ള ഈ പൈപ്പിനകത്ത് ഈ റൂട്ടിൽ കൂടെ വരുന്ന അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യണം, അതിനകത്തേക്ക് ആഡ് ചെയ്യണം. ആഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുക, പൈപ്പ് ഫിറ്റിംഗ്സ്. ഇപ്പൊ ഡിഫോൾട്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ലോഡ് ഫാമിലിക്കകത്തേക്ക് പോകാം. ലോഡ് ഫാമിലിക്കകത്ത് യൂസ് പൈപ്പ് ഫിറ്റിംഗ്സ്, ഇത് റിവറ്റിനകത്ത് ഡീഫോൾട്ട് ആയിട്ട് വരുന്നതാണ്. നമുക്ക് പുതിയൊരു പൈപ്പ് ടൈപ്പ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തോ എടുക്കുകയാണെങ്കിൽ അത് ഇതൊന്നും ഇവിടെ വരില്ല. അത് നമ്മൾ സേവ് ചെയ്തിട്ടിരിക്കുന്ന ഫോൾഡറിൽ നിന്നായിരിക്കണം നമ്മൾ ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ,
നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം പി വി സിയുടെ ആണെങ്കിൽ പി വി സിയുടെ, ഇനി അതല്ല കാർബൺ സ്റ്റീൽ വേണമെങ്കിൽ കാർബൺ സ്റ്റീൽ, ഫ്ലാഞ്ചർ ഫിറ്റിങ്സ് വേണമെങ്കിൽ ഫ്ലാഞ്ചർ ഫിറ്റിങ്സ് എല്ലാം ഇതിനകത്ത് തന്നെ നമുക്ക് കൊണ്ടുവന്ന് നമുക്ക് ലോഡ് ചെയ്യാം. ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എല്ലാ ഫ്ലാഞ്ചർ ഫിറ്റിങ്സ് കൊടുക്കുക. അതിനിവിടെ ഒരു ഫ്ലാഞ്ചും കൂടെ വരും. ഞാൻ ജസ്റ്റ് ഒരു ഫിറ്റിങ്സ് എടുത്ത് കാണിച്ചത് മാത്രമേ ഉള്ളൂ അല്ലേ. ഫ്ലാഞ്ചർ തന്നെ പല ടൈപ്പ് ഉണ്ട്, അതെല്ലാം നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ഓക്കെ. പിന്നെ വരിക എന്ന് പറയുന്നത് എന്താണ്? പൈപ്പ് അക്സസറീസ് ആണ്. പൈപ്പ് അക്സസറീസിൽ നമുക്ക് അതിനകത്ത് വരിക എന്ന് പറയുന്നത് വാൽവുകളെല്ലാം വരാം, പിന്നെ സ്റ്റെയിനറുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പൈപ്പ് അക്സസറീസിലാണ് വരുന്നത്. വാൽവ് തന്നെ ഇതിനകത്തൊന്നും തന്നെ ഇപ്പം ലോഡ് ചെയ്തിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യണം? യെസ് കൊടുക്കുക. യെസ് കൊടുത്തിട്ട് എവിടെയാണോ എസ് ഗ്രൂപ്പ്, എയർ സെപ്പറേറ്റർ, പ്രഷർ ഗേജ്, സെക്ഷൻ ഡിഫ്യൂസർ, എൻട്രി മീറ്റർ, ഈ വൈസ് സ്റ്റെയിനർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഉണ്ട്. ഇത് കൂടാതെ വാൽവുകൾക്ക് സെപ്പറേറ്റ് തന്നെ ഉണ്ട്. വാൽവ് അതിനകത്ത് തന്നെയാണ് വരിക. കുറേ ടൈപ്പ് വാൽവുകൾ, ബട്ടർഫ്ലൈ വാൽവ്, ചെക്ക് വാൽവ്, കൺട്രോൾ വാൽവ്. ഓരോ വാൽവിന്റെ ഉപയോഗം എന്താണെന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് നോക്കി വെച്ച് വിടുക. ജസ്റ്റ് നെറ്റിൽ സെർച്ച് ചെയ്താൽ മതി ഓരോ വാൽവ് എന്ത് യൂസിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അറിയും. നമ്മൾ പലപ്പോഴും വാൽവൊക്കെ നമ്മൾ വീടുകളിൽ കണ്ടിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന കുറേ ടൈപ്പുകൾ വാൽവുകൾ ഇതിനകത്തും ഉണ്ട് അല്ലേ. ചെക്ക് വാൽവ് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യാറുണ്ട്. എവിടെയാണ്? കിണറ്റിലല്ലേ. വെള്ളം പമ്പ് ചെയ്യാൻ ഇവിടെ ഒരു ഫുട് വാൽവ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതെന്താണ്? ഒരു ടൈപ്പ് ചെക്ക് വാൽവാണ്. അതേപോലെ ടാപ്പ് യൂസ് ചെയ്യാറുണ്ട്. സാധാരണ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടാപ്പ് എങ്ങനത്തെയാണ്? കുറേ പ്രാവശ്യം തിരിക്കുന്നതാണോ അതോ ഒരു 90 ഡിഗ്രി മാത്രം തിരിക്കുന്നതാണോ? 90 ഡിഗ്രി. അതും ഒരു ടൈപ്പ് വാൽവിന്റെ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഏതാണ്? ബോൾ വാൽവ് അല്ലെ ബട്ടർഫ്ലൈ. അത് എല്ലാം 90 ഡിഗ്രി മാത്രം തിരിയുന്നതാണ്. പിന്നെ ഗേറ്റ് വാൽവ് ആയിരുന്നു പണ്ടൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന, കുറേ പ്രാവശ്യം നമ്മൾ തിരിക്കുന്ന ടൈപ്പ്. ഇതൊക്കെ നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ ഇത് ഇൻഡസ്ട്രി ആപ്ലിക്കേഷൻ വരുമ്പോഴത്തേക്ക് ഷേപ്പ് മാറുന്ന കറക്റ്റായിട്ടുള്ള ഇതിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ അതെല്ലാം ഒന്ന് എടുത്ത് നോക്കിക്കോളുക. അപ്പോൾ ഇതൊക്കെ വാൽവ് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ലോഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? നമുക്ക് ആവശ്യമുള്ള വാൽവ് എടുക്കുക. ഇത് 100 ആണെന്ന് തോന്നുന്നു സൈസ്. നമുക്ക് ഇവിടെ നിന്നിട്ട് എന്തെടുക്കാം? നമുക്ക് ആവശ്യമുള്ള സൈസിലേക്ക് മാറ്റാം. അതിനുശേഷം കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാം. 100 അല്ല, പൈപ്പിന്റെ സൈസിലേക്ക് ഇവിടെ നിന്ന് നമുക്ക് ടൈപ്പിനകത്ത് നിന്ന് സെലക്ട് ചെയ്യാം. ഓട്ടോമാറ്റിക്കായിട്ട് ചില സമയത്ത് ചില ഫിറ്റിങ്സുകൾ സൈസ് എടുക്കും, പക്ഷെ അന്നേരം കറക്റ്റ് സൈസ് എടുക്കത്തില്ല, അവിടെ റെഡ്യൂസ് കിട്ടും. ഓക്കെ, 100 തന്നെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് നോക്കാം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ പൈപ്പിന്റെ ടൈപ്പ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെടുക്കുക? അത് സെലക്ട് ചെയ്ത് തന്നെ പോകുന്നതാണ്. അപ്പോൾ പിന്നെ ഒരു ജോലി നമുക്ക് ഒഴിഞ്ഞു കിട്ടുക. റെഡ്യൂസർ പിന്നെ സെലക്ട് ചെയ്തല്ല, വാൽവ് സെലക്ട് ചെയ്ത് സൈസ് മാറ്റാൻ നിൽക്കേണ്ട കാര്യമില്ല. നമുക്ക് ഡയറക്റ്റ് തന്നെ നമുക്ക് പൈപ്പിൽ നമുക്ക് പൈപ്പും പൈപ്പ് ഫിറ്റിങ്സുമായിട്ട് അത്രയും ജോലികളാണുള്ളത്. പിന്നെ പ്ലംബിംഗ് അതാണ് വരിക. പ്ലംബിങ്ങിനകത്തേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് പ്ലംബിംഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും എവിടെ പോകാവൂ? പ്ലംബിംഗ് പ്ലാനിനകത്ത് നിന്നുകൊണ്ട് വേണം ക്രിയേറ്റ് ചെയ്യാൻ. എപ്പോഴും HVAC ക്രിയേറ്റ് ചെയ്യാനായിട്ട് മെക്കാനിക്കലിനകത്ത് HVAC ക്രിയേറ്റ് ചെയ്യുക. പ്ലംബിംഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്ലംബിംഗ് നിങ്ങൾ വരച്ച് പഠിക്കുമ്പോൾ എവിടെ നിന്ന് വേണം? നിങ്ങൾ പ്ലംബിംഗ് പ്ലാനിനകത്ത് വേണം പോകേണ്ടത്. അതല്ലാതെ പ്ലംബിംഗ് പ്ലാനിൽ നിന്നുകൊണ്ട് അല്പം മുമ്പ് നമ്മൾ കണ്ടു, ഒരു സാനിറ്ററി പൈപ്പ് എടുത്തിട്ട് നമ്മൾ വരച്ച് HVACക്കകത്ത് നോക്കിയാൽ അത് കാണില്ല. അത് ടെംപ്ലേറ്റിനകത്ത് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? പ്ലംബിംഗ് പ്ലാനിനകത്തേക്ക് പോകുന്നു. അതിനുശേഷം നമുക്ക് വേണ്ടത് ഇപ്പം നേരത്തെ പറഞ്ഞിരുന്ന എല്ലാ പ്രൊസീജിയറും ഇവിടെ സെയിം തന്നെയാണ് വരിക. നമുക്ക് ആവശ്യമുള്ള പൈപ്പാണെന്നുണ്ടെങ്കിൽ ആ പൈപ്പ് സെലക്ട് ചെയ്യുന്നു. പക്ഷെ പൈപ്പ് ടൈപ്പ് വരുമ്പോൾ നമ്മൾ എന്തെടുക്കുന്നു? പിന്നീട് വരിക എന്ന് പറയുന്നത് നേരെ എവിടെയാണ്? സിസ്റ്റം ടൈപ്പാണ്. ഹൈഡ്രോളിക് സപ്ലൈയോ ഹൈഡ്രോളിക് ഫിറ്റാണോ ഒന്നും എടുത്ത് വരയ്ക്കരുത്. വരച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? നിങ്ങൾക്ക് ഒരു വാർണിംഗ് ആയിരിക്കും വരിക. നൺ ഓഫ് ദ ക്രിയേറ്റഡ് എലമെന്റ്സ് ആർ വിസിബിൾ ഇൻ ഫ്ലോർ പ്ലാൻ എന്ന്. ഇത് പല കാരണങ്ങൾ കൊണ്ട് വരാം. അതിലൊരു കാരണം മാത്രമാണ് ഇപ്പം നമ്മൾ കണ്ട ഈ സിസ്റ്റം ടൈപ്പ്.
നമ്മൾ വരയ്ക്കുന്ന ലെവൽ മാറിപ്പോയാൽ വരാം. ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഫ്ലോറിലാണ്, അതായത് 1 പ്ലംബിങ്ങിലാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുക, ഒരു 5000 ഹൈറ്റ് ആണ് ഞാൻ ഇവിടെ ഇടുന്നുണ്ടെങ്കിലും അവിടെ ഇതേ ഇത് തന്നെ ആയിരിക്കും വരിക. ഇനി അതല്ല പൈപ്പ് താഴേക്ക് പോയാലും, അപ്പം പല റീസൺ കൊണ്ട് വരാം, അത് ശ്രദ്ധിച്ചുകൂടുക. ഒറ്റ ഒരു റീസൺ കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് സ്ക്രീൻഷോട്ട് എടുത്തിടുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഫുള്ളായിട്ട്. എന്നാൽ തന്നെ നമുക്ക് പലപ്പോഴും പറയാൻ പറ്റില്ല എവിടെയാ ഇത് ഓഫ് ആയിരിക്കുന്നത് എന്നുള്ളത്. നമുക്ക് ആവശ്യമുള്ള പൈപ്പ് ടൈപ്പ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് വേണ്ടത് എലിവേഷൻ കൊടുക്കുക. വരയ്ക്കുക. സാധാരണ ഇത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ ഒക്കെ ഡ്രെയിനേജ് വരയ്ക്കുമ്പോൾ എങ്ങനെ എത്ര ആയിരിക്കും നമ്മൾ ലെവൽ കൊടുക്കുക? ഗ്രൗണ്ട് ഫ്ലോറിന് താഴെ കൂടാണോ പോകുന്നത്, മുകളിൽ കൂടാണോ പോകുന്നത്? ഗ്രൗണ്ടിന്റെ താഴെ കൂടെ ആയിരിക്കും അല്ലേ? അപ്പോൾ ഗ്രൗണ്ടിന്റെ താഴെ കൂടെ നമ്മൾ ഒരു 600 താഴെ കൂടെ പോവാണ് അല്ലേ, -600. ഇവിടെയും നേരത്തെ പറഞ്ഞ അതേ പ്രോബ്ലം നമുക്ക് കാണുന്നുണ്ട്. പൈപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പൈപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്കൊരു വാണിംഗ് വരിക എന്ന് പറയുന്നത് എന്താണ്, നമുക്കൊന്നും തന്നെ വിസിബിൾ അല്ല എന്നുള്ളത്. ഓക്കെ, ഇത് കൺട്രോൾ ചെയ്യാനായിട്ടാണ് നിങ്ങൾക്ക് നിങ്ങൾ ഒരുപക്ഷെ ഇപ്പം പ്രാക്ടീസ് ചെയ്യുമ്പോൾ വരാൻ സാധ്യതയുള്ള ഒരു കാര്യം, അതുകൊണ്ടാണ് വന്നതെന്നുള്ളത്. അപ്പൊ ഇത് കൺട്രോൾ ചെയ്യാനാണ് വ്യൂ റേഞ്ച് എന്ന് പറയുന്ന ഒരു വ്യൂ റേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്കൊരു വ്യൂവിൽ എവിടം വരെയുള്ള കാര്യങ്ങളാണ് കാണേണ്ടത്. അതിൽ ടോപ്പ് എന്ന് പറയുന്നത് മുൾഭാഗം. ഇപ്പൊ നമുക്ക് ഞാനിപ്പോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കാം. അപ്പൊ എന്റെ കണ്ണ് വരുന്ന ഒരു ഏരിയ ഉണ്ട് അല്ലെ, ഇവിടെ നിന്ന് മുൾഭാഗമുണ്ട്, താഴ്ഭാഗമുണ്ട്, നമ്മുടെ ഒരു കണ്ണിന്റെ ഒരു ലെവലുണ്ട്. ആ 3 ലെവലുകളാണ് ഈ ടോപ്പ്, കട്ട് പ്ലെയിൻ, ബോട്ടം എന്ന് പറയുന്നത്. മുകളിൽ എവിടം വരെ കാണണം, താഴോട്ട് എവിടം വരെ ബോട്ടത്തിൽ പോകണം, പിന്നെ കട്ട് പ്ലെയിൻ എന്നുള്ള ആ രീതിയിൽ. ഇതിൽ കട്ട് പ്ലെയിന് താഴെയുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ. അത് ഓരോ ഇപ്പം പ്ലംബിങ്ങിനകത്ത് ഉള്ള പോലെ ആയിരിക്കത്തില്ല ഇലക്ട്രിക്കൽ ചെന്ന് സെറ്റ് ചെയ്യുക, അതേപോലെ ആയിരിക്കത്തില്ല ആർക്കിടെക്ചറുകാർ സെറ്റ് ചെയ്യുക. ഓരോ വ്യൂവിനും വ്യൂ റേഞ്ച്. ഓരോ വ്യൂ എന്ന് പറയുമ്പോൾ അത് ഫ്ലോർ പ്ലാൻ വ്യൂവിന് മാത്രമേ ഉള്ളൂ വ്യൂ റേഞ്ച്. ഫ്ലോർ പ്ലാൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഫ്ലോർ പ്ലാനും പിന്നെ സീലിംഗ് പ്ലാനും. അല്ലാതെ നിങ്ങളിപ്പം ഒരു സെക്ഷൻ എടുത്താലോ 3D വ്യൂ എടുത്താലോ എന്തില്ല, വ്യൂ റേഞ്ച് ഇല്ല. അപ്പം ഇതിനകത്ത് ഇവിടെ ഈ ബോട്ടം ലെവൽ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഞാൻ. ഈ ബോട്ടം നിങ്ങളിപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് കിട്ടുന്നില്ലെങ്കിൽ ബോട്ടം ലെവലിന്റെ എടുക്കുക, അൺലിമിറ്റഡ് ഇട്ട് കൊടുക്കുക. ഇവിടെ വ്യൂ ഡെപ്തും എന്ത് കൊടുക്കുക, അൺലിമിറ്റഡ് ഇട്ട് കൊടുക്കുക. അല്ല, അത് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം ഇപ്പം. അപ്പൊ എന്താ ചെയ്യേണ്ടത്, വ്യൂ റേഞ്ചിനകത്തേക്ക് നിങ്ങൾ ചെല്ലുക, ബോട്ടം ലെവല് അൺലിമിറ്റഡ് ഇട്ട് കൊടുക്കുക. നിങ്ങൾ പ്ലംബിങ് ചെയ്യുമ്പോൾ മാത്രമേ ഇഷ്യൂ ഉള്ളൂ. ഇപ്പൊ തൽക്കാലം HVAC ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്, അതായത് ചില്ല് വാട്ടർ പൈപ്പോ ഡക്റ്റോ ഒന്നും ചെയ്യുന്ന സമയത്ത് ഇത് വരില്ല. നിങ്ങൾ പ്ലംബിങ്ങിന്റെ പൈപ്പ് നോർമലായിട്ട് വരച്ചാലും വരില്ല. നിങ്ങൾ എടുത്ത് വെച്ചിട്ട് എന്നാ ഡ്രോയിങ് വെച്ച് അതേപോലെ ചെയ്യാം എന്നുള്ള രീതിയിൽ മൈനസ് വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കാണില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, പ്ലംബിങ്ങിൽ നിങ്ങൾ തൽക്കാലം ഇവിടെ ബോട്ടം എന്നുള്ളത് അൺലിമിറ്റഡ് കൊടുക്കുക, വ്യൂ ഡെപ്തും അൺലിമിറ്റഡ് കൊടുക്കുക. അത് പറയാൻ പോയ കുറച്ച് സമയം അതിന് പോകും. നമുക്ക് ആ ടൂൾസ് ഒക്കെ ഒന്ന് നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വരാം. ഓക്കെ, അതിനുശേഷം ഞാൻ എന്തെടുക്കുന്നു, പൈപ്പ് എടുക്കുകയാണ്, -600. ഓക്കെ, എടുത്ത പൈപ്പ് ടൈപ്പ് ഹൈഡ്രോളിക് സപ്ലൈ ആയിരുന്നു, ഞാൻ സാനിറ്ററി ആക്കണം. സാനിറ്ററി ആക്കി ഈ പൈപ്പിന്റെ ലെവൽ നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2750 ആണ്. ഇത് -600 ആണ്. അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ നമുക്ക് വ്യൂ റേഞ്ച് ഞാൻ വീണ്ടും മാറ്റി 0 ആക്കുവാണെങ്കിൽ, നിങ്ങൾ മാറ്റിയിട്ട് അസോസിയേറ്റ് ലെവലിന്റെ 0 ആക്കുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, പൈപ്പ് കാണാനായിട്ട് സാധിക്കില്ല. അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പൈപ്പ് എന്തെങ്കിലും കാരണവശാൽ കാണുന്നില്ലെന്നുണ്ടെങ്കിൽ വ്യൂ റേഞ്ച് എടുക്കുക, ഡെപ്ത് അൺലിമിറ്റഡ് കൊടുത്തേക്കുക, പിന്നെ വാല്യൂ സെറ്റ് ചെയ്യുന്നത് പിന്നീട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ നമുക്ക് പൈപ്പ് എടുക്കാം. ഇതേപോലെ തന്നെ പൈപ്പ് കഴിഞ്ഞാൽ നമുക്ക് പൈപ്പ് പ്ലേസ് ഹോൾഡർ ഉണ്ട്, അങ്ങനെയുള്ള ടൂളുകളെല്ലാം അതിനകത്തേക്ക് ഉണ്ട്. പിന്നെ വരിക എന്ന് പറയുന്നത് എന്താണ്, പ്ലംബിംഗ് ഫിസ്റ്റേഴ്സ് ആണ്. നമുക്ക് പ്ലംബിംഗ് ഫിസ്റ്റേഴ്സ് ഒക്കെ നമ്മൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം പൈപ്പും നമ്മൾ ഡിഫ്യൂസറൊക്കെ പ്ലേസ് ചെയ്തപ്പം പറഞ്ഞ പോലെ തന്നെ പ്ലംബിംഗ് ഫിസ്റ്റേഴ്സ് വരുന്ന സമയത്ത് നമുക്ക് ഇതെല്ലാം തന്നെ എന്താണ്, ലോഡബിൾ ഫാമിലിയാണ്. ലോഡബിൾ ഫാമിലി എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ഒരു ഫയലായിട്ട് നമ്മൾ ചെയ്യുന്നു, നമ്മുടെ ആവശ്യത്തിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ലോഡ് ചെയ്തെടുക്കുന്നു. അപ്പം അങ്ങനെ ലോഡ് ചെയ്തെടുക്കുന്ന ഫാമിലി തന്നെ പല രീതിയിൽ നമുക്ക് അതിനെ പറയാം. ഹോസ്റ്റഡ് നോർമലായിട്ടുള്ളത് ഉണ്ട്, ഹോസ്റ്റഡ് ടൈപ്പ് ഉണ്ട്. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ വിൻഡോ എല്ലാം എവിടെയാണ്, ഈ വോൾ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ, അല്ലാതെ വെറുതെ കൊണ്ട് നമുക്ക് വെക്കാനായിട്ട് പറ്റൂ. നോർമലായിട്ട്. അല്ലെങ്കിൽ ഡോറ്, അത് വോൾ ഉണ്ടെങ്കിൽ മാത്രമേ
പറ്റത്തുള്ളൂ. എന്നാൽ ഈ ചെയർ ആണെങ്കിലും എവിടെ വേണേലും കൊണ്ടുവന്ന് വെക്കാം. ഇതേ ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ് നമുക്ക് എവിടെ വരിക, ഈ ഹോസ്റ്റഡും നോൺ ഹോസ്റ്റഡും ആയിട്ടുള്ള. അപ്പൊ സാധാരണ ഫാമിലികളാണെന്നുണ്ടെങ്കിൽ എവിടെ വേണേലും പ്ലേസ് ചെയ്യാം. ഇനി അതല്ല ഹോസ്റ്റഡ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അവിടെ പ്ലേസ് ചെയ്യാനായിട്ട് നമുക്കൊരു ഹോസ്റ്റ് വേണം. അത് ഒന്നുകിൽ സീലിംഗ് ആകാം, വോളാകാം, ഫ്ലോർ ആകാം, എന്ത് തന്നെ ആകാം. MEP-യുടെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ലിങ്ക് ചെയ്തിട്ടാണ് വരയ്ക്കുക. അപ്പം വോൾ ബേസ്ഡ് എന്നുള്ള ഫാമിലിയേക്കാൾ കൂടുതൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഫേസ് ബേസ്ഡ് എന്നുള്ള ഫാമിലി ആയിരിക്കണം. കാരണം വോൾ ബേസ്ഡ് ഫാമിലി ലിങ്ക് ചെയ്ത ഫയലിനകത്ത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്ലേസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആർക്കിടെക്ചറിലൊക്കെ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാം, പക്ഷെ ഡയറക്റ്റ് നമുക്ക് ലിങ്ക് ചെയ്ത ഫയലിനകത്ത് പ്ലേസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ അല്ലെങ്കിൽ അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനേക്കാൾ നല്ലത് നിങ്ങളിപ്പോൾ ഡൗൺലോഡ് ചെയ്യുവാണെങ്കിൽ, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിലും എന്ത് ചെയ്യണം, ഫേസ് ബേസ്ഡ് എന്നുള്ള രീതിയിലേക്ക് ക്രിയേറ്റ് ചെയ്യുക. അത് നമുക്കിപ്പോൾ പ്ലംബിംഗ് സിസ്റ്റം എടുക്കുന്ന സമയത്ത് ഞാൻ ഒന്ന് രണ്ട് വോളും കാര്യങ്ങളൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്തോട്ടെ. ഫേസ് ചെയ്യാൻ വേണ്ടി ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്കിപ്പോൾ ഈ വോൾ ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും ഡിലീറ്റ് ചെയ്യണം. എങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും? ഓരോന്നായിട്ട് സെലക്ട് ചെയ്യാം അല്ലേ? എങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും? നേരത്തെ ഡിലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. എന്ത് ചെയ്യാം, സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം അല്ലേ? ഇപ്പൊ ഈ പൈപ്പിന്റെ കേസിൽ ഇവിടുത്തെ ഈ ഒരു കേസിൽ വോൾ സെലക്ട് ആകില്ല. നോർമലായിട്ട് ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് നോക്കി, ഇവിടെ ഈ ലെവൽ എല്ലാം ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഡിലീറ്റ് ആവേണ്ട എന്താണ്, പൈപ്പ് ഫിറ്റിങ്സ് മാത്രമാണ്. അതിനാണ് നമ്മളിവിടെ ഈ ഫിൽറ്റർ എന്നുള്ളത്. ഓട്ടോകാഡിനകത്ത് ഫിൽറ്റർ ഉണ്ട്. നമുക്ക് ഫിൽറ്റർ വെച്ചിട്ട് ഓരോ ടൂള് മാത്രമായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും എന്ന് പറഞ്ഞ പോലെ തന്നെ. അപ്പൊ ഇവിടെ ഇതിനെ സെലക്ഷൻ ഫിൽറ്റർ എന്നാണ് പറയുന്നത്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ മറ്റൊരു ഫിൽറ്ററും കൂടെ കാണും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് സെലക്ഷൻ ഫിൽറ്റർ ആണ്. അപ്പൊ നമുക്ക് നിങ്ങളിപ്പം പ്ലാൻ വ്യൂവിൽ നിന്നുകൊണ്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഇവിടെ ചിലപ്പോൾ അറിയാതെ ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു വാണിംഗ് വരും. അതായത് ഇതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള വ്യൂസ് ഒക്കെ ഡിലീറ്റ് ആവുകയാണെന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കത്തില്ല. നമ്മൾ എന്ത് ചെയ്യും, ഓക്കെ കൊടുക്കും. ഓക്കെ കൊടുക്കുന്നതോടുകൂടി എന്ത് വന്നു, ആ എലിവേഷൻ ഒക്കെ പലപ്പോഴും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ആണത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇപ്പൊ ഞാൻ ഒരുമിച്ച് ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടാണ് എല്ലാ എലിവേഷനും കൂടെ പോയത്. നമ്മൾ പലപ്പോഴും എലിവേഷനോട് ചേർന്നിട്ടൊക്കെ ആയിരിക്കാം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ മോഡൽ ചെയ്ത് വയ്ക്കുന്നതൊക്കെ കിടക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് നോക്കി വൺ മെക്കിനകത്തേക്ക് പോകാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ അങ്ങോട്ട് സെലക്ട് ചെയ്യും. ഈ ഒരു എലിവേഷൻ മാത്രമേ സെലക്ട് ആയിട്ടുള്ളൂ, നമ്മൾ ശ്രദ്ധിക്കത്തില്ല. നമ്മളിത് ഡിലീറ്റ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സമയം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫിൽറ്റർ എടുക്കുക, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്യുക. ഓക്കെ, എനിക്ക് ഇതിൽ നിന്ന് എലിവേഷനും ഒരു എലിവേഷൻ എന്ന് പറയുമ്പോൾ ഒരു എലിവേഷൻ എന്ന് പറയുന്നത് രണ്ട് കമ്പോണന്റ് വരുന്ന ഒരു എലിവേഷനും ഒരു വ്യൂവും കൂടെ ചേർന്ന് വരുന്നതാണ്. അപ്പോൾ ഈ എലിവേഷൻ മാത്രം ടിക്കിട്ട് എടുക്കരുത്, ഈ വ്യൂവും ഇത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇനി ടിക്ക് കിടക്കുന്നത് മാത്രമായിരിക്കും അവിടെ എന്താവുക, സെലക്ട് ആവുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ 3Dക്കകത്ത് നിന്നാലും ശരി, നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫിൽറ്ററിനകത്തേക്ക് വരുവാണെങ്കിൽ ലെവൽസ് ഉണ്ട്, പൈപ്പ് ഫിറ്റിങ്സ് ഉണ്ട്, പൈപ്പ് ഉണ്ട്. നമുക്കിവിടെ എന്ത് വേണ്ട, ലെവൽസ് വേണ്ട. നമുക്ക് അതുകൊണ്ട് എന്താ എടുക്കാം, ലെവൽസ് ഡീസെലക്ട് ചെയ്യാം. അതിനുശേഷം ഓക്കെ കൊടുക്കാം. എന്തുകൊണ്ടായിരിക്കാം ഞാൻ ഇതിങ്ങനെ സെലക്ട് ചെയ്തിട്ടും ആ വോളോ കാര്യങ്ങളോ ഒന്നും സെലക്ട് ആകാനും? ഞാൻ ലോക്ക് ചെയ്തിട്ടൊന്നുമില്ല. അതാ ഇപ്പൊ സെലക്ട് ആയാലും എന്തായിരിക്കാം കാര്യം? ആ, ഏകദേശം അത് തന്നെയാണ് ആൻസർ. പക്ഷെ ഞാൻ മെയിനായിട്ട് ഇവരെയാണ് ഉദ്ദേശിക്കുന്നത്. എന്തായിരിക്കാം കാരണം? അതായത് നമ്മളിപ്പം ഇവിടെയാണ് ഈ ഡിസിപ്ലിന്റെ ഇമ്പോർട്ടൻസ് വരിക. നമ്മൾ ഇപ്പൊ ഇതിനകത്ത് സിസ്റ്റം ടെംപ്ലേറ്റിനകത്ത് നിൽക്കുന്നത്. ഇവിടെ എന്ന് പറയുന്നത് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്ലംബിങ്ങിനാണ് ഇമ്പോർട്ടൻസ്. ആർക്കിടെക്ചർ ഡിസിപ്ലിന് എന്ത് ചെയ്യില്ല, ഇമ്പോർട്ടൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ആർക്കിടെക്ചർ ഡിസിപ്ലിനിൽ വരുന്ന എല്ലാ കാര്യങ്ങളും, ഇപ്പൊ വോളാകാം, റൂഫ് ആകാം, ഫ്ലോർ ആകാം, ഇതെല്ലാം തന്നെ എന്തായിരിക്കും, ഒരു അണ്ടർലേ എലമെന്റ് എന്നുള്ള രീതിയിലാണ് വരിക. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് പിക്ക് ചെയ്യാം ഓരോന്നായിട്ട്, പക്ഷെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്താൽ അത് സെലക്ട് ആകും. നമുക്ക് ഡിസിപ്ലിൻ മാറ്റി നോക്കാം. ഈ ഡിസിപ്ലിൻ മാറ്റാനായിട്ട് നമുക്ക് എന്താണ്, ഈ പ്രോപ്പർട്ടീസ് പലറ്റിനകത്ത് വരുവാണെങ്കിൽ കണ്ടോ, ഇവിടെ ഡിസിപ്ലിൻ എന്നുണ്ട്. ഇപ്പൊ ഇവിടെ കിടക്കുന്ന ഏതാണ്, മെക്കാനിക്കലാണ്. ഞാൻ ഇനി പ്ലംബിങ്ങിനകത്താണ് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ കാണിക്കുക ഏതായിരിക്കും,
പ്ലംബിംഗ് ആയിരിക്കും. അത് ടെംപ്ലേറ്റിന്റെ സെറ്റിംഗ്സ് അനുസരിച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അല്ലേ. അപ്പൊ ഇത് മാറ്റിയിട്ട് ഞാൻ എന്താക്കുന്നു, ആർക്കിടെക്ചർ ആക്കും. ഇപ്പം ആർക്കിടെക്ചർ ആക്കുമ്പോൾ ഈ പ്ലംബിംഗ് എന്നുള്ളത് എവിടേക്കാവും, ഈ പ്ലംബിംഗിൽ നിന്ന് മാറിയിട്ട് എവിടേക്ക് പോകും, ആർക്കിടെക്ചറിലേക്ക് പോകും. നിങ്ങൾ നോക്കിയാൽ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു ഡിസിപ്ലിൻ ക്രിയേറ്റ് ആയി. ഇവിടെ നമുക്ക് എന്തെടുക്കാം, സെലക്ട് ചെയ്യും. പലപ്പോഴും നിങ്ങൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ ഡൗട്ട് വരുന്നതാണ്, ചിലത് സെലക്ട് ആവും, ചിലത് സെലക്ട് ആവില്ല. ഓക്കെ, നമുക്ക് തിരിച്ച് ഞാൻ അതിനെ എന്ത് ചെയ്യുന്നു, പ്ലംബിങ്ങിലേക്ക് തന്നെ കൊണ്ടുവരാം. കാരണം എന്താണ്, ഇതിപ്പോൾ ആർക്കിടെക്ചറിനകത്താണ് കിടക്കുന്നത്. നമുക്ക് എന്തെടുക്കാം, ഇതേപോലെ തന്നെ മാറ്റിയിട്ട് ആർക്കിടെക്ചർ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എവിടേക്ക് വരാം, പ്ലംബിംഗ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്ലംബിങ്ങിലേക്ക് നമുക്കതിനെ കൊണ്ടുവരാം. ഇവിടെ ഇപ്പോൾ എന്തായി, അണ്ടർലൈൻ എലമെന്റ് ആണ്. ഓക്കെ, ഈ അണ്ടർലൈൻ എലമെന്റ് നമുക്ക് ഇങ്ങനെ പിക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് സെലക്ഷനെ വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനാണ് ഇവിടെ സെലക്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ടൂൾ ഉണ്ട്. നോക്കി, സെലക്ട് ലെഫ്റ്റ് സൈഡ് മുകളിൽ. ഈ സെലക്ട് എന്നുള്ള ടൂളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, സെലക്ട് ലിങ്ക് ഉണ്ട്, സെലക്ട് അണ്ടർലൈൻ എലമെന്റ് ഉണ്ട്, സെലക്ട് പിൻഡ് എലമെന്റ് ഉണ്ട്, സെലക്ട് എലമെന്റ് ബൈ ഫേസ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതിൽ ഞാൻ അണ്ടർലൈൻ എലമെന്റ് ഞാൻ പിക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനെ പിക്ക് ചെയ്തായാലും സെലക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നിങ്ങളിപ്പോൾ ഒരു ഓട്ടോകാഡ് ഫയൽ ലിങ്ക് ചെയ്ത് വെക്കുന്നു, അതല്ലെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് ഫയൽ ലിങ്ക് ചെയ്ത് വെക്കുന്നു. അപ്പൊ ലിങ്ക് ചെയ്ത് വെക്കുന്ന സമയത്ത് നമ്മൾ ലിങ്ക് എപ്പോഴും സെലക്ട് ആയിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ ആ പൊസിഷൻ മൂവ് ചെയ്യാനൊക്കെ ഉണ്ട്. അതിന് ഒന്ന് നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അടുത്ത ദിവസം നാളെ ഈ മോഡിഫൈ ടൂൾ ബാർ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് പിൻ ചെയ്ത് വെക്കാം. പിൻ ചെയ്ത് വെച്ചാലും അത് സെലക്ട് ആവും. അപ്പൊ നമുക്ക് അങ്ങനെ സെലക്ട് ആകണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സെലക്ടിനകത്തേക്ക് വന്നിട്ട് എന്തെടുക്കാം, സെലക്ട് ലിങ്ക് എന്നുള്ളത് ടിക്ക് ഓഫ് ചെയ്യാം. ടിക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ലിങ്കും സെലക്ട് ആകില്ല. അപ്പൊ നമ്മൾ പിന്നീട് അത് പിക്ക് ചെയ്യണ പോലും വെറുതെ പിക്ക് ചെയ്യാവുന്ന മാത്രമേ കൊണ്ട് സെലക്ഷനേക്ക് വരില്ല. നമ്മൾ വന്നിട്ട് പിന്നെ ഒരു ടിക്ക് ഇട്ട് കൊടുത്താൽ മാത്രമേ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ അണ്ടർലൈൻ എലമെന്റ്, പിൻഡ് എലമെന്റ്, പിൻ ചെയ്ത് വെക്കുന്ന എലമെന്റ് ഒക്കെ സെലക്ട് ആകണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെടുക്കാം, ഇത് ടിക്ക് മാറ്റി കൊടുത്താൽ മതി. ഇതേ ഇത് തന്നെയാണ് ഇവിടെ ഈ റൈറ്റ് സൈഡിലും അതായത് താഴെ കിടക്കുന്ന ഈ ടൂളുകളും. ഇവിടേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, കണ്ടോ, സെലക്ട് ലിങ്ക്, സെലക്ട് അണ്ടർലൈൻ എലമെന്റ് ഉണ്ടോ. ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ടിക്ക് ഓഫ് ചെയ്യുകയും ചെയ്യാം, ഓൺ ചെയ്യുകയും ചെയ്യാം. മനസ്സിലായോ? ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഇവിടെ വന്ന് പിക്ക് ചെയ്യാം, അത് ഓൺ ഓഫ് ആക്കാം. അതേ ഇത് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും വരിക. അപ്പം ഇതെല്ലാം അണ്ടർലൈൻ എലമെന്റ് എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് നമുക്ക് അത് വരിക. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. അത് ഓരോ നമ്മൾ നിൽക്കുന്ന ഏതോ ഡിസിപ്ലിൻ അനുസരിച്ചാണ് വരിക. ഇപ്പൊ നമുക്കിപ്പോൾ ആർക്കിടെക്ചറിൽ എന്നാൽ അണ്ടർലൈൻ എലമെന്റ് അല്ല, അതാണ് നമ്മളുള്ള വ്യത്യാസം. ഓക്കെ, നമുക്ക് ഇവിടെ നിന്നോട് എടുക്കാം. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഇതിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് 3D ഒന്ന് നോക്കാം. ഓക്കെ, വൺ മെക്ക് മാറ്റാം, പ്ലംബിങ്ങിനകത്തേക്ക് പോവാം, പ്ലംബിംഗ് ഫിക്സ്ചർ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, പ്ലംബിംഗ് ഫിക്സ്ചർ പ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെടുക്കാം, സിസ്റ്റത്തിനകത്ത് എന്ത്, പ്ലംബിംഗ് ഫിക്സ്ചർ. ഓക്കെ, പ്ലംബിംഗ് ഫിക്സ്ചർ സെലക്ട് ചെയ്യുക. ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, ഉണ്ടോ. ഇതെടുക്കുമ്പോൾ തന്നെ ഉണ്ടോ, നമുക്കത് പ്ലേസ് ചെയ്യാനായിട്ട് നേരത്തെ പൈപ്പൊക്കെ എടുക്കുന്ന സമയത്ത് കൊണ്ടുവന്ന് നമുക്ക് വരയ്ക്കാനും എടുക്കാനൊക്കെ പറ്റുമായിരുന്നു. ഇതുകൊണ്ടോ പ്ലേസ് ചെയ്യാനായിട്ട്. പിന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഹോസ്റ്റഡ് ടൈപ്പാണ്. ഇതൊരു ഹോസ്റ്റഡ് ടൈപ്പാണ്. നിങ്ങൾ ഇവിടെ നോക്കിയാൽ ഇതിന്റെ പ്രോപ്പർട്ടി നോക്കിയാൽ ഹോസ്റ്റ് നോൺ അസോസിയേറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എളുപ്പമാണ്. ഏതെങ്കിലും ഒരു ഹോസ്റ്റിൽ മാത്രമേ അത് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്. അപ്പൊ സാധാരണ രീതിയിൽ എന്താണ് വരിക, ഒരു വാഷ് ബേസിൻ വരിക എന്ന് പറയുന്നത് എവിടെയായിരിക്കും, ഒന്നിൽ ഒരു വോളിലായിട്ടായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ വോളെന്നുള്ള രീതിയിൽ, വോളെന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. വോളെന്ന് പറയുന്ന ഒരു വെർട്ടിക്കൽ കമ്പോണന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്തെടുക്കാം, വെർട്ടിക്കൽ ഫേസ് ചെയ്യാം. ഇനി അതല്ല ഫ്ലോറലാണ് കൊടുക്കേണ്ടത്. ഇപ്പം WC ഒക്കെ കൊണ്ടുവന്ന് ഫ്ലോർ ബേസ്ഡും ഉണ്ട്, വോൾ ബേസ്ഡും ഉണ്ട്. അപ്പൊ ഫ്ലോറലാണ് പ്ലേസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെടുക്കണം, പ്ലേസ് ഓണെ ഫേസ് എടുക്കണം. ഇനി വോൾ പ്ലേസ് ചെയ്യേണ്ടതാണെങ്കിൽ നമ്മൾ എന്തെടുക്കുക, വെർട്ടിക്കൽ എടുക്കുക. അപ്പൊ വെർട്ടിക്കൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് അത് വരും. പക്ഷെ ഇത് ഫ്ലോർ ബേസ്ഡ് ഫാമിലിയാണ്. ഇത് ഫേസ് ആയി വരുന്നത് ഉണ്ടോ, തിരിഞ്ഞാണ് വരുന്നത്. നിങ്ങൾ നോക്കിയാൽ അറിയാം, തിരിഞ്ഞാണ് വരുന്നത്. നമുക്ക് 3D ഒന്ന് നോക്കാം. ഉണ്ടോ, ആ ഒരു ഫാമിലി ഫ്ലോർ ബേസ്ഡ് ആയിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വേണമായിരുന്നു, ഒരു കൗണ്ടർ വേണമായിരുന്നു അല്ലേ. ഞാൻ തൽക്കാലം ഒരു കൗണ്ടർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഫ്ലോർ തന്നെ എടുത്ത് ഒരു കൗണ്ടർ ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. അതൊന്നും നമുക്ക് വരയ്ക്കാം, പക്ഷെ അതെല്ലാം അണ്ടർലൈൻ എലമെന്റ് എന്നുള്ള രീതിയിലേക്ക് പോകുന്നു മാത്രമേ ഉള്ളൂ. എല്ലാം നമുക്ക്
അവിടെ നിന്ന് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതിനെ പ്ലേസ് ചെയ്യണം. ഞാൻ വീണ്ടും ഇതേ ടൂൾ തന്നെ വീണ്ടും എടുക്കാനായിട്ട് നമുക്ക് എന്തെടുക്കാം? ഫസ്റ്റ് ഡേ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് എന്തെടുക്കാം? ക്രിയേറ്റ് സിമിലർ എന്നുള്ള ടൂൾ യൂസ് ചെയ്യാം അല്ലേ? ക്രിയേറ്റ് സിമിലർ .pcs എന്നാണ്. ഇതിലേക്ക് വന്ന് എനിക്ക് ഫേസ് വേണമെങ്കിൽ ഫേസ് എടുക്കുമ്പോൾ കണ്ടോ ഇത് കറക്റ്റായിട്ട് വന്നു. നിങ്ങൾ ഇതേ ഇതിൽ തന്നെ നിങ്ങൾക്ക് എന്തെടുക്കാം? പ്ലംബിംഗ് സിസ്റ്റത്തിനകത്തേക്ക് പോകാം. മറ്റ് പ്ലംബിംഗ് സിസ്റ്റത്തിനകത്ത് കുറച്ച് ഉണ്ട്, അതെല്ലാം ലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെടുക്കാം? ലോഡ് ഫാമിലിക്കകത്തേക്ക് പോകാം. ലോഡ് ഫാമിലിയിൽ നമുക്ക് US പ്ലംബിംഗ് എക്യുപ്മെന്റ് ഉണ്ട്, ഫിക്സ്റ്റേഴ്സ് ഉണ്ട്. ഇതിനകത്തേക്ക് വന്നാൽ കുറേ ടൈപ്പുകൾ. ഓക്കെ, വാട്ടർ ക്ലോസറ്റ് ഉണ്ട്. ഇത് ഒരു ഹോസ്റ്റഡ് ടൈപ്പും അല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ നോക്കിയിട്ടുണ്ട്, ഇവിടെ കണ്ടോ, ഇവിടെ മറ്റൊരു ടൂളും വന്നിട്ടില്ല. ഏതെങ്കിലും ഒരു ഹോസ്റ്റഡ് ടൈപ്പ് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? ഇവിടെ പ്ലേസ് ആണ് വെർട്ടിക്കൽ ഫേസ് അല്ലെങ്കിൽ ഫേസ് എന്നുള്ള രീതിയിൽ വരും. ഇത് നമുക്ക് എവിടെ വേണേലും കൊണ്ടുപോകാം. പക്ഷെ ഇത് വെക്കുമ്പോൾ എന്താണ്, നമുക്ക് ഈ എലിവേഷൻ, ഇവിടെ കൊടുക്കുന്ന എലിവേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള ഫാമിലി നമ്മൾ പ്ലേസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ 0യിൽ കൊണ്ട് പ്ലേസ് ചെയ്താൽ ആ 0യിൽ വരും. ഇനി അതല്ല, ഇന്നലെ നമ്മൾ കണ്ടിരുന്നു ഡിഫ്യൂസർ ഒക്കെ പ്ലേസ് ചെയ്യുന്നത്. എത്രയാണ് ഹൈറ്റ്, നമ്മൾ ആ ഹൈറ്റിൽ കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട്. ഇപ്പൊ സീലിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ഡിഫ്യൂസർ ആണെങ്കിൽ നമ്മൾ ലെവലൊന്നും കൊടുക്കണ്ട, ആ സീലിംഗിൽ മാത്രമേ അത് പ്ലേസ് ആവത്തുള്ളൂ. നേരെ തിരിച്ച് നമുക്ക് നോർമൽ ആയിട്ടുള്ളതാണെങ്കിൽ സീലിംഗിന്റെ ഹൈറ്റ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അത് മാറ്റിക്കൊണ്ടിരിക്കണം. അതാണ് തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഈ രീതിയിൽ പ്ലംബിംഗ് ഫിക്സ്റ്റേഴ്സ് പ്ലേസ് ചെയ്യാം. പിന്നെ ഒരു സ്പ്രിംഗ്ലർ ആണ്, അത് ഞാൻ പിന്നീട് വരാം. നമുക്ക് സ്പ്രിംഗ്ലർ ലോഡ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് വരിക. എത്ര ഇതുണ്ടോ? സ്പ്രിംഗ്ലർ എല്ലാം വരിക എന്ന് പറയുന്നത് അത് ഹോസ്റ്റഡ് ഫാമിലിയാണ്. ഇവിടെ ഒരു സീലിംഗ് ഉണ്ടാവണം. സീലിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അത് പ്ലേസ് ചെയ്യാനുള്ളൂ. അപ്പോൾ സീലിംഗ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പത്തിൽ പറ്റും. എവിടെയാണ്? ആർക്കിടെക്ചറിനകത്തേക്ക് പോവുക. നിങ്ങൾ എപ്പോഴും ജസ്റ്റ് വരയ്ക്ക് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് വരയ്ക്കുക, അന്നേരം എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ സീലിംഗ് എടുക്കുക, അത് ക്ലോസ്ഡ് എത്ര ഹൈറ്റിലാണോ സീലിംഗ് വേണ്ടത് ആ ഹൈറ്റ് കൊടുക്കുക. അതിനുശേഷം ക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. പക്ഷെ ഇവിടെ നമ്മൾ വീണ്ടും ഒരു വാണിംഗ് വരുന്നുണ്ട്, നൺ ഓഫ് ദ ക്രിയേറ്റഡ് എലമെന്റ്സ് ആർ നോട്ട് വിസിബിൾ എന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിൽക്കുന്നത് പ്ലാൻ വ്യൂ, ബ്ലോക്ക് പ്ലാൻ വ്യൂവിലാണ്. സീലിംഗ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെടുക്കണം? സീലിംഗ് കാണാൻ വിസിബിൾ ആയിരിക്കാൻ പറ്റത്തില്ല. സീലിംഗ് അല്ല, സീലിംഗ് പ്ലാനിൽ മാത്രമേ കാണാൻ പറ്റൂ. പ്ലംബിംഗിൽ സീലിംഗ് പ്ലാൻ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് നമുക്കത് മാറ്റാൻ പറ്റുക. ഇപ്പം ഇലക്ട്രിക്കൽ ലൈറ്റിംഗിൽ ചെന്നാലും സീലിംഗ് പ്ലാൻ ഉണ്ട്, മെക്കാനിക്കൽ നിന്നാണ്. അപ്പൊ ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് എന്തെടുക്കാം? സ്പ്രിംഗ്ലർ എടുക്കാം, കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യണ്ട. വെളിയിലേക്ക് വെക്കാൻ പറ്റില്ല, പ്ലേസ് ആണ് ഫേസ് വരുമ്പോൾ കണ്ടു. ഈ സ്പ്രിംഗ്ലറിന്റെ കേസിൽ പ്ലേസ് ആണ് വെർട്ടിക്കൽ ഫേസ് എവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? സൈഡ് വോൾ ഒക്കെ വരുമ്പോൾ, വോളിൽ വരുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെടുക്കാം? പ്ലേസ് ആണ് വെർട്ടിക്കൽ ഫേസ്. അപ്പൊ ഈ ടൂൾ തന്നെയാണ് കോമൺ ആയിട്ട് വരിക, പക്ഷെ ഓരോ ടൂൾ അനുസരിച്ച് അതിൻ്റെതായിട്ടുള്ള സെറ്റിംഗ്സേ ഉള്ളൂ. പക്ഷെ പ്രൊസീജിയർ വരുമ്പോൾ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് വരുന്നത്. ഓക്കെ, പിന്നെ പ്ലേസ് ആണ് വർക്ക് പ്ലെയിൻ എന്നുള്ളതുകൊണ്ട് നമുക്ക് യാതൊരു ഇതും ഇല്ല. അതായത് പ്ലേസ് ചെയ്യാനായിട്ട് എനിക്ക് സീലിംഗ് ഇല്ല, അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് വർക്ക് പ്ലെയിൻ. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വരുന്നതനുസരിച്ച് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ എന്നാ പിന്നെ ഇലക്ട്രിക്കൽ ടൂൾസ് കൂടെ നോക്കിയിട്ട് നമുക്ക് ഇന്ന് നിർത്താം. ഇലക്ട്രിക്കൽ ടൂൾസിനകത്തേക്ക് നമുക്ക് വരുമ്പോൾ എന്തൊക്കെയാണുള്ളത്? വയറുണ്ട്, കേബിൾ ട്രേ ഉണ്ട്, കോൺഡ്യൂട്ട് ഉണ്ട്, പാരലൽ കോൺഡ്യൂട്ട് ഉണ്ട്, പിന്നെ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ്, ഡിവൈസസ്, ലൈറ്റിംഗ് സിസ്റ്റം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വരും. അപ്പൊ നമുക്ക് ലൈറ്റിംഗ് ആണെന്നുള്ളത്. ഇലക്ട്രിക്കലിനകത്ത് ലൈറ്റിംഗും ഉണ്ട്, പവർ ഉണ്ട്. ലൈറ്റിംഗിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ലൈറ്റിങ്ങും വയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കാണ്. കേബിൾ ട്രേ പോലുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പവറിനകത്താണ്. കോൺഡ്യൂട്ടും കേബിൾ ട്രേക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പവറിനകത്താണ്. അപ്പൊ നമുക്ക് ലൈറ്റിംഗിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലൈറ്റിങ്ങിന് തന്നെ സീലിംഗ് പ്ലാൻ ഉണ്ട്, ലൈറ്റ് പ്ലാൻ ഉണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം 1-2 ലൈറ്റുകൾ ഞാൻ പറഞ്ഞ് ഒന്ന് പ്ലേസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പ്ലേസ് ആണ് നമ്മൾ പലപ്പോഴും വരയ്ക്കേണ്ട സമയത്ത് ഇപ്പൊ ഇതുപോലൊക്കെ ഇടുന്ന സമയത്ത് ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കേണ്ട വരും.
അല്ലേ? ഇത് കറക്റ്റ് ഇപ്പം സീലിംഗിലാണോ? ഞാൻ അവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു, അവിടെ വന്നു എന്ന് പറയാം. അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെയുള്ള സമയത്താണ് നമുക്ക് എന്തെടുത്ത് നോക്കുക, സെക്ഷൻ എടുത്ത് നമ്മൾ നോക്കുന്നത്, അല്ലേ? നമ്മൾ പ്ലേസ് ചെയ്ത കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഡക്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ. അപ്പൊ സെക്ഷൻ എടുക്കാനായിട്ടുള്ള ടൂളാണ് നമുക്ക് എന്ത് വരിക, ഈ സെക്ഷൻ എന്നുള്ള. ഇത് വ്യൂവിനകത്തും ഉണ്ട്, വ്യൂവിനകത്തേക്ക് പോവുകയാണെങ്കിൽ വ്യൂവിനകത്തുണ്ട്. പക്ഷെ ഇത് ക്വിക്ക് അസസ് ടൂൾ ബാർ എന്നുള്ള രീതിയിലാണ് വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് എന്തെടുക്കാം, സെക്ഷൻ എടുക്കാം. ഈ സെക്ഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്തെടുക്കാം, നമുക്ക് എവിടെയാണോ വേണ്ടുന്നത് അവിടെ നമ്മൾ വരയ്ക്കുക. വരയ്ക്കുമ്പോൾ ഈ കാണുന്നതാണ് സെക്ഷന്റെ ക്ലിപ്പ്. ഇത് എവിടം വരെയാണോ ഉള്ളത് അവിടം വരെ നമുക്കത് കാണാം. ഞാൻ ഇതൊന്ന് കുറച്ച് വെക്കാം, അതിനുശേഷം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോ ഈ ഒരു ലൈറ്റ് മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെടുക്കാം, ഇതിന്റെ ഈ ക്ലിപ്പ് ഇവിടെ വരെ മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇതിൽ ആരോ എങ്ങോട്ടാണോ ഇരിക്കുന്നത് ഷാർപ്പായിട്ടുള്ള ആ സൈഡിലേക്കായിരിക്കും നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇനി എനിക്ക് ഈ വ്യൂവിൽ ഞാൻ ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഈ സെക്ഷൻ നമ്മുടെ പ്രൊജക്ട് ബ്രൗസറിനകത്തും ക്രിയേറ്റ് ആയി കാണും. ഓക്കെ, ഇതിനകത്ത് എവിടെയെങ്കിലും കാണും, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളുക. ചിലപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ നിൽക്കുന്ന ഇലക്ട്രിക്കലിനകത്ത് അല്ലെങ്കിൽ മെക്കാനിക്കലിനകത്ത് തന്നെ ആയിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ പ്ലസ് സിമ്പിൾ വന്നിട്ട് കിടക്കും. ഓക്കെ, അപ്പൊ അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാൽ മതി. സെക്ഷൻ വ്യൂ നമുക്ക് ഈ ഒരു വ്യൂവിലേക്ക് പോകാനായിട്ട് നമുക്ക് ഈ സെക്ഷൻ വ്യൂ എന്നുള്ളത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ പോകും. ഒന്ന് പ്ലേസ് ചെയ്ത എന്തുണ്ട്, ലൈറ്റ് അവിടെ ഉണ്ട്. ഇത് ഒരു മെത്തേഡാണ് നമ്മൾ എവിടേക്ക് പോയത്, സെക്ഷനിലേക്ക് പോകാനായിട്ട് കണ്ട ഒരു മെത്തേഡാണ്. നമ്മൾ എന്താണ് നമ്മൾ അവിടെ ചെയ്തത്, അവിടെ നിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെടുക്കാം, ഈ സെക്ഷനിന്റെ ഈ ഹെഡിലേക്ക് വന്നിട്ട് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താലും ഇത് അടുത്തൊരു മെത്തേഡാണ്. ഇനി വീണ്ടും നമുക്ക് പറ്റും ഇതിനെ സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എന്തെടുക്കാം, ഗോ ടു വ്യൂ എന്നുള്ളത് കൊടുത്താലും നമുക്ക് എന്ത് പറ്റും, അതേ വ്യൂവിലേക്ക് തന്നെ അത് പോകും. അപ്പൊ നിങ്ങളുടെ സൗകര്യം ഏതാണോ കഴിവതും ഗോ ടു വ്യൂ ആയിരിക്കും എളുപ്പത്തിൽ കിട്ടുക. കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ പലപ്പോഴും കുറെ മോഡലുകൾ നമ്മളിങ്ങനെ ചെയ്ത് കിടക്കുവാണെങ്കിൽ ഈ സെക്ഷന്റെ ഹെഡ് കിടക്കുക എന്ന് പറയുന്നത് പലപ്പോഴും മറ്റെന്തെങ്കിലും ഫാമിലിയുടെ മേളിലായിരിക്കും. നമ്മൾ അവിടെ ചെന്ന് പിക്ക് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് അതിലല്ലെന്നുണ്ടെങ്കിൽ ആ ഫാമിലി എഡിറ്ററിലേക്കായിരിക്കും അത് പോവുക. ഒന്ന്, പിന്നെ അടുത്ത് വരിക എന്ന് പറയുന്നത് ഇത് എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് നമ്മളിവിടെ നോക്കി വരുന്നതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് എന്തെടുക്കാം, ഇതിനെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം, വ്യൂ എടുക്കാം. ഓക്കെ, ഇനി ഈ സെക്ഷന്റെ ക്ലിപ്പ് ഇപ്പൊ ഞാൻ ഇത് കുറച്ചും കൂടെ ഇങ്ങോട്ട് നീട്ടി വെക്കുകയാണ്. അപ്പൊ ഇപ്പൊ എന്താ വരിക, ഈ ഒരു പോയിന്റ് മുതൽ ഈ ഒരു പോയിന്റ് വരെയുള്ള അത്ര ഏരിയ ആയിരിക്കും വരിക. നേരത്തെ ഞാൻ എടുത്ത സമയത്ത് നിങ്ങൾ നോക്കിയേ, ഇവിടെ എന്തില്ല, ആ ഡോറും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഇതിനകത്തേക്ക് വന്നിട്ട് ഞാൻ എന്തോ എടുക്കുന്നു, ഈ ക്ലിപ്പ്. അപ്പൊ പലപ്പോഴും മോഡലിനകത്ത് ഈ സമയത്ത് ഇങ്ങനെ ക്ലിപ്പ് ഈ വാല്യൂ കൂട്ടാനും കുറയ്ക്കാനും ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ പലപ്പോഴും കാണില്ല. കാരണം കുറേ ഒബ്ജക്റ്റുകൾ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് കാണില്ല. അപ്പൊ അതിന് നമുക്ക് എന്തെടുക്കാം, ആ വാല്യൂ തന്നെയാണ് ഈ പാർ ക്ലിപ്പ് ഓഫ്സെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രോപ്പർട്ടീസിൽ വരിക. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് എന്തെടുക്കാം, ഈ വാല്യൂ ചേഞ്ച് ചെയ്യാം. ഉണ്ടോ, ഇനി ഇത് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെടുക്കാം, കുറയ്ക്കാം. ഇവിടെ നിന്നുകൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്തെടുക്കുക, ഗോ ടു വ്യൂ പോവുക. വ്യൂയിലേക്ക് പോകുമ്പോൾ നോക്കി ഉണ്ടോ, ഞാനവിടെ പ്ലേസ് ചെയ്തിരുന്ന ആ ഡോർ ഉൾപ്പെടെയുള്ള കാര്യം. അപ്പൊ എവിടം വരെ വേണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമുക്കിപ്പം തൊട്ടടുത്ത ഒബ്ജക്റ്റ് വേണോ, തൊട്ടടുത്ത് വരെ മതിയോ എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് എന്തെടുക്കാം, അതിന്റെ വ്യൂ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതേപോലെ തന്നെ നമുക്ക് എന്തെടുക്കാം, എനിക്കിപ്പോ ഇത്ര ഭാഗത്തിന്റെ മാത്രമായിട്ടൊരു വീഡിയോ കാണണം, അല്ലെ? ഞാനിപ്പോ ഇവിടെ സീലിങ്ങും കാര്യങ്ങളും ഒക്കെ പ്ലേസ് ചെയ്തു, സീലിംഗ് ഒക്കെ പ്ലേസ് ചെയ്തു. സീലിംഗ് ഒക്കെ പ്ലേസ് ചെയ്തു. ഇപ്പം ഞാൻ നമുക്ക് മെക്കാനിക്കലിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇതൊന്നും തന്നെ നമുക്ക് കാണാൻ പറ്റാത്തത്. ഇപ്പൊ കോർഡിനേഷൻ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, താഴെയുള്ള ഒരു കാര്യം കാണില്ല. കോർഡിനേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ സർവീസിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ഡിസിപ്ലിനാണ്. അവിടെ മെക്കാനിക്കലും ഇലക്ട്രിക്കലും അങ്ങനെ ഒന്നുമില്ല, എല്ലാ സർവീസും ഒരേപോലെ ഇമ്പോർട്ടൻസ് വരും. അപ്പൊ നമുക്ക് എനിക്ക് വേണ്ടത്, എനിക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു ക്ലോസറ്റ് ഉള്ള ഏരിയ അല്ലെങ്കിൽ ആ സെക്ഷൻ വരച്ച ആ ഒരു ഏരിയ മാത്രമായിട്ട് വേണമായിരുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് എന്തെടുക്കുക,
ഇതിനകത്ത് നമുക്ക് പല പ്ലഗിൻസുകളും ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ പ്ലഗിൻസ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് എന്തെടുക്കാം, നമ്മളിപ്പോൾ ഏത് വ്യൂവിലാണോ നമ്മൾ നിൽക്കുന്നത് ആ വ്യൂവിലേക്ക് ജസ്റ്റ് പോവുക. നമ്മളിപ്പോൾ നേരത്തെ നിന്നിരുന്ന വ്യൂ സീലിംഗ് ആണ്, സീലിംഗ് 1. അപ്പോൾ എനിക്ക് വേണ്ടുന്നത് എന്താണ്, ഈ ഒരു സെക്ഷൻ ഉള്ള അത്രയും ഭാഗം മാത്രമാണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ 3D വ്യൂവിലേക്ക് പോവുക. നമുക്ക് ഇതിന്റെ 3D വ്യൂ എനേബിൾ ചെയ്യുക. ഇവിടാണ്. അതിനുശേഷം ഈ 3D റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. അപ്പം ഒരു 3D വ്യൂയും കൂടെ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണ് അവിടെ വന്നിരിക്കുന്നത്. നമുക്ക് അതിനെ ഒന്ന് റീനെയിം ചെയ്തേക്കുക. കാരണം എന്ത് ആവശ്യത്തിന് വേണ്ടിയുള്ളതാണ്. റീനെയിം ചെയ്യാനായിട്ടും മൗസ് അവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് എന്തെടുക്കുക, റീനെയിം ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ സെക്ഷൻ 3D എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വെറുതെ അതിനുശേഷമാണ് ഇനി നമുക്ക് വേണ്ടത് ഒരു പോയിന്റിലേക്ക് പോകുന്നത്. ഈ നാവിഗേഷൻ ക്യൂബിലേക്ക് വരിക. ഈ ക്യൂബിന്റെ മുകളിൽ തന്നെ നിങ്ങൾ എന്തെടുക്കുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിന്റെ മുകളിൽ തന്നെ റൈറ്റ്. അപ്പം ചിലർ പിക്ക് ചെയ്യുമ്പോൾ മാറിപ്പോവും. പിക്ക് അങ്ങനെ വന്നാൽ പാടില്ല. അതിനുശേഷം ഓറിയന്റഡ് ടു വ്യൂ എന്നുള്ളത് എടുത്തിട്ട് സെക്ഷൻ എടുക്കുക. അപ്പം ഈ സെക്ഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കിയാൽ അറിയാം, സെക്ഷൻ എന്നുള്ളത് പിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒറ്റ ഒരു സെക്ഷനേ ഉള്ളൂ. അതുകൊണ്ട് ആ സെക്ഷൻ 1 എന്ന് പറഞ്ഞ് കാണിക്കുന്നു. ഞാൻ ആ സെക്ഷൻ 1 സെലക്ട് ചെയ്താൽ എവിടെയാണോ ആ സെക്ഷൻ സെലക്ട് ചെയ്ത് വെച്ചിരുന്നത് അത്ര ഭാഗത്തിന്റെ മാത്രമായിട്ടുള്ള ഒരു 3D ആയിരിക്കും നമുക്ക് അവിടെ വരിക. ഉണ്ടോ? കുറെ സെക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഓരോ സെക്ഷനും ഇപ്പൊ ഇവിടെ കുറെ സെക്ഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നു എന്ന് വിചാരിക്കാം. കുറെ സെക്ഷൻസ് ഉണ്ട്, നമുക്ക് അറിയില്ല. അപ്പം നമുക്ക് ഏത് സെക്ഷനാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആ എടുക്കേണ്ട സെക്ഷൻ ഒന്ന് സെലക്ട് ചെയ്തിട്ട് സെക്ഷന് നമുക്ക് നെയിം കൊടുക്കാൻ പറ്റും. വ്യൂ നെയിം കണ്ടോ, പ്രോപ്പർട്ടീസിൽ നമുക്ക് നെയിം കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ ഇപ്പം സെക്ഷൻ എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്താണ്, ഇതിനൊക്കെ നോക്കി ഇവിടെ വന്നാലും കണ്ടോ സെക്ഷൻ എ എന്നായിരിക്കും വരിക. അപ്പം പിന്നെ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഡീഫോൾട്ട് 3D എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ 3D വ്യൂ അതിന് ഈ വ്യൂ ആയിട്ട് ചേഞ്ച് ആവുന്നത്. ഞാനിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ കാര്യം എന്താണ്, ഇപ്പൊ നോക്കുവാണെങ്കിൽ നമുക്ക് എന്തുണ്ട്, ഇവിടെ ഡീഫോൾട്ട് 3D വ്യൂ നമുക്ക് അവിടെ ഉണ്ട്, 3D ഇലക്ട്രിക്കലും അവിടെ ഉണ്ട്, നമ്മൾ എടുത്ത 3D ഉണ്ട്. അപ്പം കഴിവതും എന്ത് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് തന്നെ ചെയ്യുക. അതല്ലെന്നുണ്ടെങ്കിൽ ഡീഫോൾട്ട് കിടക്കുന്ന 3D വ്യൂ ചേഞ്ച് ആയിട്ട് ഇങ്ങനെ വരും. വീണ്ടും നിങ്ങൾ 3D വ്യൂ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിൽക്കേണ്ട വരും. അതിനൊക്കെ എളുപ്പമുള്ള പരിപാടി ഇത് തന്നെയാണ്. അപ്പൊ ഇത് മാത്രമല്ല നമുക്ക് വരിക യഥാർത്ഥത്തിൽ പിന്നെ ഓരോ ഫ്ലോറിന്റെ ആയിട്ടുള്ള, ഇപ്പൊ ഇന്ന് ഇപ്പൊ അത് പറയാൻ പറ്റില്ല. ഓക്കെ, ഫ്ലോറിന്റെ ഇപ്പം ഫസ്റ്റ് ഫ്ലോറിന്റെ മാത്രം വേണം. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടില്ലേ, പലപ്പോഴും പല ഇമേജസ് വരുമ്പം സീലിംഗിന്റെ അല്ലെങ്കിൽ ആ ഒരു ലെവൽ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് ഫർണിച്ചർ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ക്രിയേറ്റ് ആയിട്ട് കിടക്കുന്നു. അപ്പൊ അതെന്ന് പറയുന്ന ആ ഒരു വ്യൂ റേഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്യുന്നതാണ് അവിടെ. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അത് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ആ വ്യൂ റേഞ്ചിന്റെ സെറ്റിംഗ്സ് ആണ് നമ്മൾ ഫ്ലോർ പ്ലാൻ ആയിട്ട് നമ്മളിപ്പോ എടുത്താൽ കിട്ടുക. ഇപ്പം ഞാനിപ്പോ HVAC-യിൽ ഓക്കെ, ഇവിടെ നമുക്കൊരു വ്യൂ റേഞ്ച് ഉണ്ട് 1200 അപ് ടു ലെവൽ 2. ലെവൽ 2 ഞാൻ കൊടുക്കുന്നില്ല. അപ് ടു ലെവൽ 1 ഒരു 3000 വരെ കൊടുക്കാം. 4000 3000 വരെ കൊടുത്തു കഴിഞ്ഞാൽ പേടിക്കകത്ത് വ്യൂ റേഞ്ച് ഇല്ല. പക്ഷെ ഈ വ്യൂ റേഞ്ച് വെച്ചിട്ടാണ് അതെല്ലാം വരിക. വൺ മെക്ക് ഞാനിത് വെറുതെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. കറക്റ്റ് ഡയറക്ഷൻ നോക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതല്ല കേട്ടോ. ഇതിപ്പം 2 ലെവലായിട്ടല്ലേ, ഗ്രൗണ്ട് ഫ്ലോറിന് ഇതൊക്കെ പിന്നീട് പറയാം കേട്ടോ, ഓരോന്നായിട്ട്. ഇപ്പൊ ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ എടുത്തത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ എനിക്ക് 1 മെക്കിന്റെ മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെടുക്കാം, ഇതിനകത്ത് 3D വ്യൂ എവിടെയോട്ടോ മാറിയിട്ടുണ്ട്, കോർഡിനേഷനിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഈ എടുത്ത കൂട്ടത്തിൽ പോയതാണ്. ഈ 3D വ്യൂവിൽ നിൽക്കുന്നു. എനിക്ക് വേണ്ടത് ഫസ്റ്റ് ഫ്ലോർ ആണെങ്കിൽ ഫ്ലോർ പ്ലാൻ 1 മെക്ക് എടുത്തു കഴിഞ്ഞാൽ ആ 1 മെക്കിൽ എവിടെ വരെയാണോ
അല്ല അല്ല, അത് വ്യൂ റേഞ്ച് നോക്കട്ടെ ഒരു സെക്കൻഡ്. റേഞ്ച് വ്യൂ ഫോർ ഫാൻ വ്യൂ റേഞ്ചിൽ വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ്. 1, 2 1 മിനിറ്റിന്റെ അല്ല 2 മക്കാണ് ഇപ്പോഴും നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ ചേഞ്ച് ചെയ്തത് ടോപ്പ് ലെവൽ 2 അല്ലേ, ഇത് വേണം. ആ ലെവൽ 2 സെലക്ഷൻ വന്നുകൊണ്ടാണ് ലെവൽ 2ന്റെ 3000 വരെ അതെടുത്തത്. മനസ്സിലായോ? ലെവൽ 1ന്റെ ആണ് നമ്മൾ ലെവൽ 1 to 3000 ആണ് നമുക്ക് വേണ്ടത്. സീലിങ്ങിന് താഴെയൊക്കെ ആയിരുന്നു വേണ്ടുന്നെങ്കിൽ നമുക്ക് എന്തെടുക്കാം, ആ സീലിങ്ങിന് താഴെ കൊടുത്താൽ മതിയായിരുന്നു. 3000 കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സീലിംഗ് എനിക്കൊന്ന് നേരത്തെ നമ്മൾ കൊടുത്തിരുന്ന 2800 ആയിരുന്നു. ഇവിടെ നമ്മൾ ഒരിക്കൽ ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ മാറില്ല. നമ്മൾ വീണ്ടും നമ്മൾ ഇത് എടുത്തെങ്കിലേ മാറുള്ളൂ. എപ്പോഴും നമ്മളെ അപ്ഡേറ്റ് ആണ് ഇതേപോലെ. അപ്പൊ സെക്ഷൻ ആയാലും നമുക്ക് എല്ലാം ഇങ്ങനെ തന്നെ എടുക്കാം. നമുക്ക് ഓരോ പ്രാവശ്യം സെക്ഷൻ മാറ്റിയെന്ന് പറഞ്ഞിട്ട് പിന്നെ മാറില്ല. നമ്മൾ വീണ്ടും ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളിപ്പം സെക്ഷൻ ഇപ്പം കുറച്ച് വരച്ച് വെച്ചു, അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും നമ്മൾ 3D വ്യൂ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ആ സെക്ഷന്റെ ആ ഡെപ്ത് മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് 3D വ്യൂ എന്താവില്ല, അപ്ഡേറ്റ് ആവില്ല. അപ്പൊ നമുക്ക് ഈ രീതിയിൽ എന്തെടുക്കാം, നമുക്കിന്നെ സെക്ഷൻ വരയ്ക്കാം. 3D വ്യൂ വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം 3D വ്യൂ ഒക്കെ എടുത്ത് നമുക്ക് നോക്കാം. ഇനി 3D വ്യൂ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ ഇത് ഈ ഒരു മോഡൽ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നോക്കുവാണ് കേട്ടോ. പക്ഷേ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് കുറേ ഇതിലേക്ക് പോകും. അപ്പൊ ഇതിന്റെ സെന്റർ എന്ന് പറയുന്നത് ഈ മോഡലിന്റെ സെന്ററിലേക്കാണ് പോകുന്നത്. നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ആ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക. അപ്പൊ അന്നേരം എന്താണ്, ആ മോഡലാണ് നമ്മൾ അല്ലെങ്കിൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒബ്ജക്റ്റ് ആണ് അതിന്റെ സെന്ററായിട്ട് ആക്ട് ചെയ്യുക. അതല്ലെന്നുണ്ടെങ്കിൽ ഇത് ഞാനിപ്പം സെലക്ഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ മൊത്തത്തിലായിരിക്കും റൊട്ടേറ്റ് ആവുക. അതാണ്. അപ്പം നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് വലിയൊരു മോഡലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പലപ്പോഴും മൊത്തത്തിൽ ഇങ്ങനെ തിരിഞ്ഞു പോകും, നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്തെടുക്കുക, ആ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് തന്നെ ഇതിലേക്കണം. അപ്പൊ ആ സമയത്ത് അതിലേക്ക് നമുക്ക് ഓക്കെ. ഇലക്ട്രിക്കൽ പറഞ്ഞു കൂട്ടത്തിൽ 1-2 കാര്യങ്ങളോ പറഞ്ഞു പോയതാണ് അത്. ഓക്കെ, സിസ്റ്റത്തിലേക്ക് പോവാം. വയറാണ്. വയർ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ 3 ടൈപ്പുള്ള വയറുകളാണ് വരിക. ആർക്ക് വയർ ഉണ്ട്, സ്പൈൻ വയർ ഉണ്ട്, ചാംഫേർഡ് വയർ ഉണ്ട്. ആർക്ക് വയർ എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ നമ്മളിവിടെ വരയ്ക്കുന്ന പോലെ തന്നെ നമുക്ക് എന്താണ്, ആർക്ക് പോലെ തന്നെ വരച്ച് പോകാം. സ്പൈൻ വയർ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു വെക്കാം, 4 ഓക്കെ. സ്പൈൻ വയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, സ്പൈൻ ഷേപ്പിലാണോ. സ്പൈൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു സ്മൂത്ത് പോളിലൈൻ പോലാണ് വരുന്നത് അല്ലേ. എത്ര പോയിന്റുകൾ വേണമെങ്കിലും പിക്ക് ചെയ്ത് പോവാം. സാധാരണ രീതിയിൽ നമ്മൾ വയറിങ് അങ്ങനെ ഉള്ളത് യൂസ് ചെയ്യാറുണ്ടോ, ഇല്ല. ഓക്കെ. ഇനി അടുത്തതാണ് വയറിനകത്ത് തന്നെയുള്ള എന്ത്, ചാംഫേർഡ് വയർ. ചാംഫേർഡ് വയർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു കോർണറിൽ നമുക്ക് എന്ത് ക്രിയേറ്റ് ആവും, ചാംഫർ ക്രിയേറ്റ് ആവും. അത് ആ പോയിന്റിലേക്ക് മാറുമ്പോൾ ആ സൈഡ് ചാംഫർ മാറുന്നതാണ്. ഇങ്ങോട്ട് ചാംഫർ അവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല, അതാണ് അവിടുത്തെ വിഷയം. കുറച്ചുകൂടെ ചാംഫറായിട്ട് ഓരോ ഏരിയയും ചാംഫറായിട്ട് തന്നെ ക്രിയേറ്റ് ആവും. ഈ അത് നമുക്ക് വയർ വയ്ക്കുന്നത് നമുക്ക് എന്താണ്, ലൈറ്റിങ്ങിൽ മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. നമുക്ക് പവറിൽ പോയി കഴിഞ്ഞാൽ വയറൊന്നും തന്നെ
കാണാനായിട്ട് പറ്റില്ല. എന്നാൽ കേബിൾ ടൈയും കാര്യങ്ങളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതിലേ പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ ലൈറ്റിങ്ങിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഒരു കേബിൾ ടൈ വരയ്ക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് വിസിബിൾ ആകത്തില്ല. അത് നമുക്ക് എവിടെ നിന്ന് വേണം ക്രിയേറ്റ് ചെയ്യേണ്ടത്? പവറിൽ നിന്ന് വേണം ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, കേബിൾ ടൈ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേബിൾസ് റൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പല ടൈപ്പ് കേബിൾ ടൈസ് ഉണ്ട് ഇതിനകത്ത്. ജാനക് കേബിൾ ടൈ, ലാഡ കേബിൾ ടൈ എന്നുള്ളത് നമ്മൾ നേരത്തെ ഡക്റ്റും പൈപ്പും ഒക്കെ കണ്ടതുപോലെ തന്നെ നമ്മൾ എന്തെടുക്കുക, നമുക്ക് വേണ്ടുന്ന ടൈപ്പ് സെലക്ട് ചെയ്യുക. അതിനുശേഷം വേണ്ടുന്ന വിഡ്ത്തും ഹൈറ്റും സെലക്ട് ചെയ്യുക. എത്ര വിഡ്ത്ത് ഉള്ളത് വേണം, എത്ര ഹൈറ്റ് ഉള്ളത് വേണം എന്നുള്ളത്. നമുക്ക് കേബിൾ ടൈ എടുക്കുന്നു, നമുക്ക് വേണ്ടുന്ന മിഡിൽ എലിവേഷൻ സെലക്ട് ചെയ്യുന്നു, അതിനുശേഷം വരയ്ക്കുന്നു. ഓക്കെ, വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സൈസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെടുക്കാം, സൈസ് ചേഞ്ച് ചെയ്യാം. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഫിറ്റിങ്സുകൾ വരും. ബ്രാഞ്ച് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാം. ഇനി അതല്ല മറ്റൊരു ബ്രാഞ്ച് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെടുക്കാം, ഒരു ബ്രാഞ്ച് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. പൈപ്പും ഡക്റ്റും ഒക്കെ റൺ ചെയ്ത പോലെ തന്നെ ഇതിന്റെ ഹൈറ്റ് മാറ്റി കൊടുത്താൽ നമുക്ക് എന്താണ് ഇത് റൺ ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ സൈസ് ചേഞ്ച് ആവും. ഇനി നേരെ മുകളിലേക്കോ താഴേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വേണ്ടത് ഹൈറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് 2 പ്രാവശ്യം ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് അത് റണ്ണായിട്ട് അത് കമാൻഡിൽ നിന്ന് എക്സിറ്റ് ആവും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്തെടുക്കാം, ഇതിങ്ങനെ ചേഞ്ച് ചെയ്ത് തന്നെ നമുക്ക് പോകാം. പിന്നീട് നമുക്ക് വരിക എന്ന് പറയുന്നത് എന്താണ്, കോൺഡ്യൂട്ടാണ്. കോൺഡ്യൂട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ കേബിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല ഇതിനകത്ത്. നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ പറയും ഇലക്ട്രിക് കോൺഡ്യൂട്ട്, അതോടെ കേബിൾ അല്ലെ വയർ വലിച്ചു എന്നുള്ള ഇതിലാണ്. ഇവിടെ വയറും കോൺഡ്യൂട്ടും മാത്രമേ ഉള്ളൂ. ആ കോൺഡ്യൂട്ടാണ് കേബിൾ എന്നുള്ള ഒരു സൈസിൽ കൺസിഡർ ചെയ്യുക. ഓക്കെ, നമുക്ക് പല ടൈപ്പിലുള്ള കോൺഡ്യൂട്ട്സ് ഉണ്ട്. ഏത് ടൈപ്പാണോ വേണ്ടത് നമ്മൾ ആ ടൈപ്പ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്തെടുക്കുക, അപ്പം ഇവിടെ നമുക്ക് ഡയമീറ്റർ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് എനിക്ക് ഈ വോളിന്റെ സൈഡിൽ കൂടെ ആയിരുന്നു വരയ്ക്കേണ്ടതെങ്കിൽ നമുക്ക് എന്തെടുക്കാം, ആ വോളിന്റെ സൈഡിൽ കൂടെ തന്നെ വരയ്ക്കാം. പലപ്പോഴും ഈ വോളിന്റെ സൈഡിൽ കൂടെ പോകുന്നു. എന്നിട്ട് ഇവിടെ എനിക്ക് താഴേക്ക് ഒരു കണക്ഷൻ എടുക്കണമായിരുന്നു അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും താഴേക്ക് ഒരു കണക്ഷൻ? ഇല്ല, നമുക്ക് എന്തെടുക്കാം, ഒരു സെക്ഷൻ എടുത്തിട്ട് വ്യൂ. ഓക്കെ, സീലിംഗിന്റെ ഹൈറ്റ്, സീലിംഗിന്റെ മുകളിൽ കൂടെ തന്നെ പോട്ടെ. ഓക്കെ, ഞാനിപ്പോ എങ്ങനെയാ ഇത് മൂവ് ചെയ്തത്? ഞാൻ മൂവ് കമാൻഡ് ഒന്നും യൂസ് ചെയ്തില്ല. എങ്ങനെയാ മൂവ് ചെയ്തത്? അതായത് നമുക്ക് ഈ കീബോർഡിനകത്ത് 4 ആരോ കീസ് ഉണ്ട്. അതായത് അപ്പ് ആരോ, ഡൗൺ ആരോ, ലെഫ്റ്റ് ആരോ ആണ്. നമുക്ക് ഈ ആരോ കീസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്തെടുക്കാം, ഈ ഒബ്ജക്റ്റുകളെയൊക്കെ തന്നെ മൂവ് ചെയ്യാം. അതായത് എനിക്കിപ്പം ഇതിന് അല്പം ഒന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യണം. അതിന് മൂവ് കമാൻഡ് ഉണ്ട്. അടുത്ത ദിവസം നമുക്ക് അത് നോക്കാം, മോഡിഫൈ കമാൻഡ്. അതല്ലെന്നുണ്ടെങ്കിൽ എന്തെടുക്കാം, ഇപ്പൊ റൈറ്റിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ എന്തെടുക്കുക, റൈറ്റ് ആരോ യൂസ് ചെയ്യും. ഷിഫ്റ്റും കൂടെ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ സ്പീഡിൽ മൂവ് ആവും. ലെഫ്റ്റിലേക്കാണെന്നുണ്ടെങ്കിൽ എന്താണ്, ലെഫ്റ്റ് ആരോ. മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ അപ്പ് ആരോ യൂസ് ചെയ്യുക. താഴേക്കാണെന്നുണ്ടെങ്കിൽ മനസ്സിലായോ? ഇനി കൺട്രോൾ ഹോൾഡ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും വരിക, അതിന്റെ ഒരു കോപ്പി ആയിരിക്കും അവിടെ വരിക. ഒരു കോപ്പി ആയിരിക്കും അവിടെ വരിക. അപ്പൊ നമുക്ക് ഈ 4 ആരോ കീസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ നിന്ന് എനിക്ക് ഇതായിരുന്നു കോൺഡ്യൂട്ട്. നമുക്ക് ഫൈൻ ഒന്ന് ഇടാം. ഫൈൻ ഇട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴേക്ക് വരയ്ക്കാം അല്ലെ. ഇത് സെയിം തന്നെയാണ് വേണമെങ്കിൽ നമുക്ക് അതിനെ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് സിമിലർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിനെ സെലക്ട് ചെയ്താൽ ക്രിയേറ്റ് സിമിലർ എടുക്കാം. പക്ഷെ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, താഴേക്ക് ഒരു കണക്ഷൻ വേണമായിരുന്നു. ഓക്കെ, ഞാൻ താഴേക്ക് ഒരു കണക്ഷൻ എടുത്തതാണ്. ഇപ്പൊ അവിടെ വരുന്ന ഫിറ്റിംഗ്സ് ഏതാണ്, ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ജംഗ്ഷൻ ബോക്സ് ഒക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ടാണ് വരുന്നത്. പക്ഷെ അവിടെ എന്താ വരിക, ജംഗ്ഷൻ. അപ്പോൾ നമ്മളിപ്പം പൈപ്പും ഡക്റ്റും ഒക്കെ എടുക്കുമ്പോൾ അവിടെ ടിയോ ടാപ്പ് ഒക്കെ ആയിരുന്നു. ഇവിടെ എന്താണ്, ജംഗ്ഷൻ ബോക്സ് ആണ്. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് തൊട്ടടുത്ത ടൂളുകളോടൊന്ന് പെട്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വരിക പിന്നെ പാരൽ കോൺഡ്യൂട്ട് ആണ്. നമ്മൾ ഒരു കോൺഡ്യൂട്ടിന് പാരലായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പാരൽ കോൺഡ്യൂട്ട് വരുന്നു. പിന്നെ ഫിറ്റിംഗ്സുകൾ, കേബിൾ ടൈ ഫിറ്റിംഗ്സ് ഉണ്ട്. കേബിൾ ടൈക്ക് നമുക്ക് മാനുവലി ഒരു ഫിറ്റിംഗ്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ മാനുവലി ഇൻസെർട്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്തെടുക്കാം, കേബിൾ ടൈ ഫിറ്റിംഗ്സ് എടുക്കാം. കോൺഡ്യൂട്ട് ഫിറ്റിംഗ്സ്, കോൺഡ്യൂട്ടിന് ഒരു ഫിറ്റിംഗ്സ് കൊടുക്കാനായിട്ട് നമുക്ക്. പിന്നെ വരിക എന്ന് പറയുന്നത് ഇത് ഇത്രയും ടൂളുകളെല്ലാം സെയിം തന്നെയാണ്. ഈ കേബിൾ ടൈം കോൺഡ്യൂട്ട് മാത്രമേ ഉള്ളൂ പുതിയതായിട്ട് നിങ്ങൾ കണ്ടേ. ബാക്കി ഫിറ്റിംഗ്സും കാര്യങ്ങളും എല്ലാം തന്നെ ഡക്റ്റിലും പൈപ്പിലും ഒക്കെ
കണ്ട അതേപോലെ തന്നെയാണ് വരിക. പിന്നെ വരിക എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് ആണ്. ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് എന്ന് പറയുമ്പോൾ പാനൽ ബോർഡ് മുതൽ ഇനി ട്രാൻസ്ഫോമർ വരെയുള്ള എന്തും, ഇനി ജനറേറ്റർ ആകാം, എന്തും ആയിക്കോട്ടെ, അതെല്ലാം തന്നെ എന്താണ് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് എന്നുള്ള കാറ്റഗറിയിൽ അണ്ടല്ല വരിക. നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെടുക്കാം, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് എന്നുള്ളത് എടുക്കാം. ഇവിടെ പാനൽ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞാണ് കണ്ടോ, വെർട്ടിക്കൽ ഫേസ്, പ്ലേസ് ആണ് ഫേസ് എന്നൊക്കെ. നമുക്ക് വേണ്ടത് എവിടെയാണോ നമുക്ക് അതിലേക്ക് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാം. ഇവിടെ വോളിൽ കൊണ്ടുവരുമ്പോൾ വെർട്ടിക്കൽ ഫേസ് ആയതുകൊണ്ടാണ് കിട്ടാത്തത്. അപ്പോൾ ഞാൻ വെർട്ടിക്കൽ ഫേസ് എടുക്കുവാണെങ്കിൽ എനിക്ക് അതിൽ നിങ്ങൾക്ക് ഇനി ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെടുക്കാം, ലോഡ് ഫാമിലി എടുക്കുക. നമ്മൾ നേരത്തെ കണ്ടിരുന്നു, യൂസ് എടുക്കുക. ഈ ഓരോ പ്രാവശ്യം ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് നിങ്ങൾ ആ ലൊക്കേഷൻ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഓക്കെ, ഇലക്ട്രിക്കലിനകത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ NEP എടുക്കുക, കണക്ടർ ഉണ്ട്, ഇലക്ട്രിക്കൽ പവർ ഉണ്ട്. ഇലക്ട്രിക്കൽ പവറിലേക്ക് ഇല്ലുവാണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ, ഓരോ ടൈപ്പും സെപ്പറേറ്റ് ഫോൾഡറിൽ തന്നെ ഉണ്ട്. അപ്ലയൻസസ് സെപ്പറേറ്റ് ഉണ്ട്. ഇത് വളരെ കുറച്ചേ ഉള്ളൂ. നമുക്ക് ആവശ്യമുള്ള പ്രൊജക്ട് ചെയ്യാൻ നമുക്ക് എപ്പോഴും വരുമ്പോൾ ഇതിൽ നമുക്ക് എടുത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അത്, കാരണം നമ്മളെ സംബന്ധിച്ച് LOD 400 എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജ്, പിന്നെ 500 വേണ്ടത്. അപ്പൊ ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് തന്നെ നമ്മൾ പ്ലേസ് ചെയ്യണം. പക്ഷെ ഒരു ഡിസൈൻ സ്റ്റേജ് ആണെങ്കിൽ ഇത് കിടക്കുന്ന ഏത് വേണേലും എടുത്ത് പ്ലേസ് ചെയ്യാം. കാരണം അവിടെ ഒരു SU വേണോ അല്ലെങ്കിൽ ലൈറ്റ് വേണോ എന്ന് മാത്രമേ അവിടെ വരുന്നുള്ളൂ. അതെ, നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഡിസ്ട്രിബ്യൂഷൻ ആവശ്യമായിട്ടുള്ള ഉണ്ട്. ഇതെല്ലാം തന്നെ വരിക. പക്ഷെ തൊട്ട് അടുത്ത ഒരു ഇതിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ ഈ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇതിനകത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് കിട്ടില്ല. കാരണം ഇന്നലെ നമ്മളൊരു വാണിംഗ് കണ്ടിരുന്നു. അതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞാൽ, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഡിവൈസിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഇത് കണ്ടോ, ഇലക്ട്രിക്കൽ സിസ്റ്റേഴ്സ്, കമ്മ്യൂണിക്കേഷൻ, ഡേറ്റ, ഫയർ അലാം, ഇങ്ങനെ വേറെ കാറ്റഗറീസ് പിന്നെ ഉണ്ട്. അതായത് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് കഴിഞ്ഞാൽ, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കലിന്റെ ആവശ്യമായിട്ടുള്ളത് മാത്രമാണ്. മറ്റുള്ള നമ്മുടെ ELV സർവീസിനകത്ത് വരുന്ന എല്ലാം തന്നെ നമുക്ക് ഏതിനകത്താണ് വരിക, ഈ മറ്റുള്ള ഈ കമ്മ്യൂണിക്കേഷൻ ഡേറ്റ എന്നുള്ള ഇത് ഇങ്ങനെയുള്ളതിനകത്ത് വരിക. അപ്പൊ ഇതിനകത്ത് വരുമ്പോൾ ഉള്ള ഒരു വെച്ചാൽ ആ കാറ്റഗറി ആണെങ്കിൽ മാത്രമേ നമുക്ക് സെലക്ട് ആവത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം ലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ ഒരു വാണിംഗ് വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളുക, നിങ്ങൾ ആ ലോഡിങ് ആ കാറ്റഗറിയിൽ വരുന്നത് അല്ലാതെ ആലോചിച്ചോളുക. പിന്നെ വരിക ഈ ലൈറ്റിംഗ് സിസ്റ്റം. ലൈറ്റിംഗ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ലൈറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്, ലൈറ്റിംഗ് സിസ്റ്റം. അപ്പൊ ലൈറ്റിംഗ് എല്ലാം തന്നെ നമുക്ക് ഏതിനകത്താണ് പ്ലേസ് ചെയ്യുന്നത്, ഈ ലൈറ്റിംഗ് സിസ്റ്റം എന്നുള്ള ഇതിനകത്ത് നിന്നുകൊണ്ടാണ് പ്ലേസ് ചെയ്യേണ്ടത്. നമുക്ക് അടുത്ത ദിവസം കേബിൾ ടൈ ഒക്കെ ഒന്നുകൂടെ ഒന്ന് വരച്ചു നോക്കാം. ജസ്റ്റ് ടൂൾ നമുക്ക് പറഞ്ഞ് നിർത്തിയെന്നതിൽ മൂലം പലപ്പോഴും നമ്മൾ കേബിൾ ടൈ പാരലായിട്ട് ഒന്നിന് മുകളിൽ ഒന്നായിട്ടൊക്കെ പോകുന്നു അല്ലേ, അതൊക്കെ ഉണ്ട്. അത് ആ മോഡിഫൈ ടൂൾ ബാർ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നാളെ നമുക്ക് മോഡിഫൈ ടൂൾ ബാർ നോക്കാം. അത് കഴിഞ്ഞിട്ട് ഓക്കെ.